മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ദി ഫിഗർ ബി സി പി ക്യു എക്സ് വൈ ആർ പാരലൽ. ഈ ഫിഗറിൽ ബി സി എന്ന ഈ ലൈനും പി ക്യു എന്ന ഈ ലൈനും എക്സ് വൈ എന്ന ഈ ലൈനും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ അത് ഏതൊക്കെ ലൈനാണെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോകുന്നത്. ലൈന് ഓക്കെ, ബി സി എന്ന ഈ ലൈൻ, പിന്നെ പി ക്യു എന്ന ഈ ലൈൻ, പിന്നെ എക്സ് വൈ എന്ന ഈ ലൈൻ. ഈ മൂന്ന് ലൈൻസും പാരലൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബി എക്സ് വൈ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബി എക്സ് വൈ. ആംഗിൾ ബി എക്സ് വൈൻ്റെ വാല്യൂ അല്ലെങ്കിൽ മെഷർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ആൻസർ എഴുതുമ്പോൾ ആദ്യം ആംഗിൾ ബി എക്സ് വൈയുടെ ഏതാണ് ഈ ആംഗിൾ ബി എക്സ് വൈ എന്ന് ആദ്യം കാണണമല്ലോ. സോ ആംഗിൾ ബി എക്സ് വൈ, ആംഗിൾ ബി എക്സ് വൈ എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പോണത്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഏത് ആംഗിൾ എന്ന് ആദ്യം നോക്കാം. സോ ബി എക്സ് വൈ ഒരു ആംഗിൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ബി എക്സ് വൈ എന്ന ഈ ആംഗിൾ തന്നിട്ട് ഇത് ഏത് ആംഗിൾ ഈ പിക്ചറിൽ നിന്ന് കണ്ടുപിടിക്കാൻ മക്കളെ ഈ സെൻറ്ററിൽ ലെറ്റർ കാണുന്നത് ഏതാ? സെൻറ്ററിൽ ലെറ്റർ എക്സ് ആണ്. അപ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന ഈ ലെറ്ററിൻ്റെ ഭാഗത്തായിരിക്കും കറക്റ്റ് ഈ ആംഗിളിൻ്റെ ആ ആർക്ക് കാണുന്നത്. അപ്പോൾ ഈ എക്സ് എന്ന ഈ ലെറ്ററിലായിരിക്കും ഇതിൻ്റെ ആർക്ക് വരിക. അപ്പോൾ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഈ എക്സിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള ലെറ്റേഴ്സ് നോക്കിയാൽ മതി. ഈ എക്സിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്നത് ബി ആണ്, റൈറ്റിലേക്ക് പോകുന്നത് വൈ ആണ്. അപ്പോൾ ബി തൊട്ട് ഇങ്ങനെ വന്ന് എക്സിലൂടെ വൈ വരെ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബി എക്സ് വൈ. അപ്പോൾ ഈ ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ബി സിയും എക്സ് വൈയും എന്താണ്? പാരലലാണ്. അപ്പോൾ പാരലൽ ലൈൻസിന് ഇടയിൽ കൂടി ഇങ്ങനെ ലൈൻ വരച്ചാൽ ഈ ലൈൻ ആരാണ്? ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? ഈ തന്നിരിക്കുന്ന ഈ ആംഗിളും വേറെ കളറിൽ കാണിച്ചിട്ട് അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. തന്നിരിക്കുന്ന ഈ 110 എന്ന ഈ ആംഗിളും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കാരണം രണ്ട് പാരലൽ ലൈൻസിന് ഇടയിൽ ഒരു ട്രാൻസ്വേഴ്സിൽ വരയ്ക്കുമ്പോഴേ ആ ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ പൊസിഷനിലുള്ള ആംഗിൾസിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 110 എന്ന് പറയുന്നത് ഈ പാരലൽ ലൈനിൻ്റെ താഴെയും ട്രാൻസ്വേഴ്സലിൻ്റെ റൈറ്റ് സൈഡിലും, അപ്പം ബോട്ടം റൈറ്റ്. അതേപോലെ തന്നെ ഈ പാരലൽ ലൈനിൻ്റെ, അതായത് ഈ ബി സി എന്ന ലൈനിൻ്റെ പാരലാണ് എക്സ് വൈ. ഈ എക്സ് വൈക്ക് താഴെയാണ്, അപ്പോൾ ബോട്ടം. ഈ ട്രാൻസ്വേഴ്സലായ ഈ എ ആർ എന്ന് പറയുന്ന ഈ ലൈനിന്, ഈ സ്ലാൻഡേർഡ് ലൈനിന് റൈറ്റ് സൈഡിലാണ്, അപ്പോൾ ബോട്ടം റൈറ്റ്. അപ്പോൾ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന രണ്ടും കറസ്പോണ്ടിങ് ആംഗിളാണ്. അതുകൊണ്ട് ഈ യെല്ലോ 110 ആണെങ്കിൽ ഇതും 110 ആയിരിക്കും. ഇനി ഇതും എന്തായിരിക്കും? ഓൾറെഡി 110 തന്നെ ആയിരിക്കും. കാരണം ഇതെല്ലാം ഈ മൂന്നും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. സോ കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ നെക്സ്റ്റ്, അപ്പോൾ ഇത് എത്രയെന്ന് കിട്ടി? ഇനി ബി എക്സ് വൈ ആണ് കാണേണ്ടത്. അപ്പോൾ ബി എക്സ് വൈ ഏതാണ്? ബി എക്സ് വൈ എന്ന് പറഞ്ഞ ആംഗിൾ ഇതാണ് ബി എക്സ് വൈ. സോ ഇതെത്രയാന്ന് കാണാൻ ടോട്ടൽ ഒരു ലൈനിലെ ആംഗിൾ എത്രയാണ്? അതിപ്പോൾ ഒരു ലൈനല്ല, ഈ ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാലും ഒരു സ്ട്രൈറ്റ് ലൈനാണ്. ആ സ്ട്രൈറ്റ് ലൈനിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതല്ലേ ടോട്ടൽ ആംഗിൾ. ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഒരു ലൈനിലെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഇങ്ങനെ ഷേപ്പുള്ള എന്തെങ്കിലും മക്കളുടെ ബോക്സിൽ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഷേപ്പുള്ള ഒരു ലൈനിൽ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. കാരണം ഇങ്ങനെ ഷേപ്പുള്ള ഒരു പൊട്രാക്ടർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ബോക്സിലുണ്ട്. അതിൻ്റെ ആംഗിൾ എത്രയാണ്? 180 അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതൊരു ലൈനാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ആംഗിൾ എത്രയാണ്? ഇതിന് താഴെയുള്ള ഈ ആംഗിൾ എത്രയാണ്? 110 പറഞ്ഞു. ഈ ആംഗിൾ 110, ഈ ആംഗിൾ 110, ഈ ആംഗിളും ഓൾറെഡി 110. അതേപോലെ തന്നെ ഇനി ഈ ബ്ലൂ ആംഗിളാണ്, ഈ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്ന ഈ ആംഗിളാണ്
നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഈ ട്രാൻസ്വേഴ്സിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കണക്കാക്കുമ്പോൾ അതിലെ ആംഗിൾ 180 ആണ്. സോ ഈ ആംഗിൾ 180 ആണെങ്കിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് എത്രയാണ് 110 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 110 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ സ്ട്രൈറ്റ് ലൈനിലെ ആംഗിൾസ് ആണ്. ഈ രണ്ടും ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറയാറുണ്ട് ഇതിന്. അപ്പൊ അതിന്റെ സമ്മ് 180 ആയതുകൊണ്ട് ഒന്ന് 110 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടുമെങ്കിൽ ഒന്ന് 110 ആണെങ്കിൽ രണ്ടാമത്തെ ആംഗിൾ എത്രയായിരിക്കും? ഇപ്പൊ ഇത് 110 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 110 ദാറ്റ് ഈസ് 70 ഡിഗ്രി. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിട്ടി 70 ഡിഗ്രി ആണ്. ഇനി നെക്സ്റ്റ് ആണ് കാണാൻ പോകുന്നത്. രണ്ടാമത്തത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എക്സ് വൈ ഡി. അപ്പൊ ആംഗിൾ എക്സ് വൈ ഡി ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ആംഗിൾ എക്സ് വൈ ഡി എക്സ് വൈ ഡി ഡി താഴേക്കാ പോകുന്നത്. എക്സ് വൈ ഡി. അപ്പോൾ ഈ ആംഗിൾ ആണ് ആംഗിൾ എക്സ് വൈ ഡി. ഇത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഇതേപോലെ തന്നെ നെക്സ്റ്റ് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കറസ്പോണ്ടിങ് ആംഗിൾസ് വരുന്നുണ്ട്. ഈ ബി സിയും പി ക്യൂവും എക്സ് വൈ ഒക്കെ പാരലൽ ലൈൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 80 ഡിഗ്രി ആണ്. സെയിം സാധനം ഇവിടെയും പറയാൻ പറ്റും. ഇതും ഈ ഒരു ആംഗിളും ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന ഈ രണ്ട് യെല്ലോ ആംഗിളും ഈ തന്നിരിക്കുന്ന ആംഗിളും 80 തന്നെ ആയിരിക്കും. കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ് ഇതും 80 ഡിഗ്രിയാണ്. സോ ഇത് കിട്ടി. ഇത് ലീനിയർ പെയർ അല്ലേ? ഈ വൈ എന്ന് പറയുന്ന ഈ പോയിന്റിലുള്ള ഈ രണ്ട് ആംഗിൾ, ഈ റെഡും ഈ യെല്ലോയും രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 80 ഉണ്ട്. അപ്പൊ അത് എത്രയായിരിക്കും? ഇത് 100 ഡിഗ്രി. 180 മൈനസ് 80 100 ഡിഗ്രി. സോ ഇത് 100 ആണെന്നും കിട്ടി. അപ്പൊ എക്സ് വൈ ഡി എത്രയാണ്? 100 100 ഡിഗ്രി. ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ആറ്. ആംഗിൾ ആറ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആംഗിൾ ആറ് കാണാൻ ആദ്യം നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സോ നമുക്ക് ഇഷ്ടമുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു ട്രയാങ്കിൾ വരക്കാൻ പോവാണ്. സോ ഞാൻ എടുത്തേക്കുന്ന ട്രയാങ്കിൾ പി ക്യു ആർ ആണെന്ന് വിചാരിക്കാം. പി ക്യു ആർ കണ്ടാ, പി ക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ആണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചേക്കുന്നത്. കണ്ടാ, പി ക്യു ആർ. ഓക്കെ, അപ്പൊ പേര് കൊടുക്കാൻ പോവാണ്. ഇത് പി, ഈ പോയിന്റ് പി, അതാണ് ഇത്. ഇനി ക്യൂ, ഈ പോയിന്റ് ക്യൂ. ഇനി ടോപ്പ് കോർണർ ആറ്, ഈ പോയിന്റ് ആറ്. ഇതിലെ ആംഗിൾ ആറ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. ആദ്യം നമുക്ക് തന്നതൊക്കെ എഴുതാം. ക്യൂ എത്രയെന്നറിയാം. ക്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 80 ഡിഗ്രിയാണ്. ഇനി പി എത്രയെന്ന് കാണണം. പി എന്താണ്? ഇതൊരു ലീനിയർ പെയർ ആണ്. എക്സ് ഏത്? ബി എക്സ് വൈ എത്ര കിട്ടിയത്? ബി എക്സ് വൈ 70 കിട്ടിയത്. ബി എക്സ് വൈ 70 ആണിത്. അപ്പോ ഈ ആംഗിൾ എത്രയായിരിക്കും? 70. ഈ ആംഗിൾ എത്രയായിരിക്കും? 70. കാരണം ഈ ബ്ലാക്കിൽ കാണിച്ചേക്കുന്ന ഈ മൂന്ന് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ ഇത് എത്രയെന്ന് കിട്ടി? പി ആംഗിളും, ആംഗിൾ പി 70 ഡിഗ്രി, ആംഗിൾ ക്യൂ ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 80 ആണെന്ന്. ദെൻ ആംഗിൾ ആറ് കാണാൻ ഒരു ട്രയാങ്കിൾ സം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ആംഗിൾ 70 ഡിഗ്രി ആണെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഈ ആംഗിൾ 80 ഡിഗ്രി ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഇത് കാണാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, 180 ഡിഗ്രി കിട്ടും. എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ മൂന്നാമത്തെ ആംഗിൾ കാണാൻ, രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കാണാൻ ഈ തന്നിരിക്കുന്ന രണ്ട് ആംഗിളും കൂടി പ്ലസ് ചെയ്യാം. അപ്പോൾ 70 പ്ലസ് 80. 70 പ്ലസ് 80 എത്രയാണ്? 70 പ്ലസ് 80 ഈക്വൽ ടു 150 ഡിഗ്രി. ഇനി ഈ കിട്ടിയ തന്നിരിക്കുന്ന രണ്ട് ആംഗിളും കൂടി സം ചെയ്തതിനെ 180യിൽ നിന്ന് മൈനസ് ചെയ്യാം. 180 മൈനസ് 150 ഡിഗ്രി, ദാറ്റ് ഈസ് 30 ഡിഗ്രി. അപ്പൊ ഇത് എത്ര ആംഗിൾ എന്ന് കിട്ടി? ഈ ആംഗിള് 30 ഡിഗ്രി. ഈ ആംഗിൾ എത്രയെന്ന് കിട്ടും? ഈ ആംഗിള്
30 ഡിഗ്രിയാണെന്ന് കിട്ടും. സോ 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത് എത്രയാണെന്ന് കിട്ടി? 30 ഡിഗ്രിയാണെന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ എത്ര? ആംഗിൾ R = 30 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ആംഗിൾ ഇൻ ട്രയാംഗിൾ ഓഫ് PQR? ഈ PQR എന്ന് പറയുന്ന ഈ ട്രയാംഗിൾ തന്നെയാണ് ഈ പിക്ചറിലുള്ള ട്രയാംഗിളും. ആംഗിൾസ് ഒന്നും വ്യത്യാസമില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് വരച്ചെന്ന് മാത്രം. അപ്പോൾ ഈ PQR എന്ന ഈ ട്രയാംഗിളിൽ ലാർജസ്റ്റ് ആംഗിൾ എന്താ? ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ വലിയ ആംഗിൾ എന്താകുന്നു? വാട്ട് ഈസ് ദി ലാർജസ്റ്റ് ആംഗിൾ? വാട്ട് ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താകുന്നു? ലാർജസ്റ്റ് ആംഗിൾ, വലിയ ആംഗിൾ ഇൻ ദി ട്രയാംഗിൾ PQR എന്ന ഈ ട്രയാംഗിളിലെ ലാർജസ്റ്റ് ആംഗിൾ, അതായത് വലിയ ആംഗിൾ എന്താകുന്നു? ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾസ് 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി. ഇവിടെ നോക്കിയാൽ അറിയാം, 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി. ഇതിൽ ഏതാണ് വലിയ ആംഗിൾ? കണ്ടാൽ തന്നെ മനസ്സിലാക്കുക, 80 ഡിഗ്രിയാണ് വലിയ ആംഗിൾ. അപ്പോൾ ആംഗിളിന്റെ പേര് എഴുതണം, ആംഗിൾ. ഈ 80 ഡിഗ്രിന്റെ ആംഗിളിന്റെ പേര് എഴുതാൻ ഈ ആംഗിളിന്റെ കറക്റ്റ് പോയിന്റ്, ആംഗിളിന്റെ കറക്റ്റ് പോയിന്റിലുള്ള ലെറ്റർ ഏതാണ്? Q ആണ്. അത് സെന്ററിൽ എഴുതാം, Q എഴുതാം. എന്നിട്ട് ഈ Qയുടെ ലെഫ്റ്റിലേക്ക് ഏതാ ലെറ്റർ പോകുന്നത്? PQR എന്ന ഈ ട്രയാംഗിളിൽ എടുക്കാൻ പാടുള്ളൂ. ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന ലെറ്റർ ഏതാണ്? ഈ ലൈന് നേരെ ചെല്ലുന്നത് Pയിലേക്കാണ്. അപ്പൊ ലെഫ്റ്റിൽ P എന്ന് എഴുതാം. ഇനി റൈറ്റിലേക്ക് ഏതാ പോകുന്നത്? നേരെ പോകുന്നത് R ആണ്. അപ്പോൾ ആംഗിൾ PQR ഇസ് ദ ലാർജസ്റ്റ് ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് എഴുതാം. അങ്ങനെയാണ് ഇത് എഴുതുന്നത്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എമംഗ് ദി പെയർ ഓഫ് ആംഗിൾസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പെയർ ഓഫ് ആംഗിൾസിൽ താഴെ തന്നിരിക്കുന്ന പെയർ ഓഫ് ആംഗിൾസിൽ ഫൈൻഡ് എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. അത് പെയർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. രണ്ടെണ്ണം തരുന്നതിനെയാണ് പെയർ എന്ന് പറയുന്നത്. വിത്ത് ഈക്വൽ മെഷേഴ്സ്. ഈക്വൽ മെഷേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഈക്വൽ, സെയിം അളവുകളുള്ള പെയർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. പേഴ്സ് എന്നില്ല, പെയർ എന്നുള്ളൂ. അപ്പൊ ഏതോ ഒരു ഓപ്ഷൻ മാത്രമേ ആൻസർ ആയിട്ട് വരുള്ളൂ. സോ അത് ഏതാണെന്ന് നോക്കാം. ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇ എന്ന ഈ സബ് ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ XPQ, ആംഗിൾ XPQ, അതായത് ഈ ആംഗിൾ ഇത് എത്രയാണ് നമുക്ക് കിട്ടി? 110 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 110 ഡിഗ്രി. നേരത്തെ നമ്മൾ ചെയ്ത അനുസരിച്ച് കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. ദെൻ നെക്സ്റ്റ് PQY, ആംഗിൾ XPQ 110 ആണെന്ന് കിട്ടി. ആംഗിൾ PQY y താഴോട്ടാണ് ഇവിടെ. ഇത് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? ഓൾറെഡി ഇത് 100 ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ 100 110 എന്തല്ല? സെയിം അല്ല. അപ്പൊ അതെന്തല്ല? ശരിയല്ല. ഇനി നെക്സ്റ്റ് ആംഗിൾ PBC, ആംഗിൾ PBC ഓൾറെഡി തന്നിട്ടുണ്ട്. ആംഗിൾ PBC എന്താണ്? 110 ഡിഗ്രി ആണ്. ഇനി നെക്സ്റ്റ് ആംഗിൾ XPQ, ഇവിടെ എത്രയാണ് തന്നേക്കുന്നത്? കിട്ടിയേക്കുന്നത് 110 ആണ്. അപ്പൊ രണ്ടും എന്താണ്? 110 ആണ്. അപ്പൊ ഇതെന്താണ്? ഓപ്ഷൻ ബി ഈക്വൽ ആണ്. അപ്പൊ ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന രണ്ട് ആംഗിൾസും, അതായത് ഒരു പെയർ ഓഫ് ആംഗിൾസ് വാല്യൂ എന്താണ്? മെഷർമെന്റ് 110 ആണ്. 110 ഡിഗ്രിയാണ് അതിന്റെ മെഷർമെന്റ് രണ്ടിന്റെയും. ആംഗിൾ PBCയും 110 ആണ്, ആംഗിൾ XPQവും 110 ഡിഗ്രിയാണ്. അപ്പൊ ഈക്വൽ മെഷർ എന്ന് പറയുന്ന ഒരു പെയർ കിട്ടി. ഇനി അപ്പൊ എന്താണ് ആൻസർ? ആംഗിൾ ബി ഇസ് ദ ആൻസർ. ഇനി സിയും ഡിയും നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു പെയറേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ കാണാൻ. അപ്പൊ ഒരു പെയറേ ആൻസറിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ബി ആണ് തന്നിരിക്കുന്നത്. സോ ഏതാണെന്ന് നോക്കാം. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്? ഇൻ ദി ഫിഗർ AB ഈസ് പാരലൽ ടു CD. ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണ്? AB എന്ന ഈ ലൈനും CD എന്ന ഈ ലൈനും പാരലലാണ്. പാരലാണെന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ട് ലൈൻസ് പാരലാണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈൻസ് നമ്മൾ എത്ര എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാലും ഈ രണ്ട് ലൈൻസും എവിടെ വെച്ച് എന്ത് ചെയ്യൂല? ഇന്റർസെക്ട് ചെയ്യൂല, കൂട്ടിമുട്ടൂല. അതേപോലെ തന്നെ ഈ രണ്ട് ലൈൻസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. അതാണ്
പാരലൽ ലൈൻസിന്റെ കണ്ടീഷൻസ്. സോ ഇത് വെച്ച് ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ പാരലൽ ലൈനിന്റെ ഇടയിൽ വരക്കുന്ന ഈ ലൈനിനെ ട്രാൻസ്വേഴ്സൽ എന്ന് പറയാൻ പറ്റും. അതായത് ജി ജെ. അതേപോലെ തന്നെ ജി എച്ചും എന്താണ്, ട്രാൻസ്വേഴ്സൽ ആണ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളത് കാണാൻ പറ്റും. സോ നോക്കുക, എ ബിയും സി ഡിയും പാരലാന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിക്കാതെ തന്നെ തന്നിരിക്കുന്നത് എ ബിയും സി ഡിയും പാരലാന്ന് പറഞ്ഞത് കൊണ്ട് ജി എച്ച് എന്താണ്, ട്രാൻസ്വേഴ്സൽ ആണ്. അപ്പോൾ ഈ ആംഗിളും എന്താണ് മക്കളെ, ഈ ആംഗിളും ഇപ്പൊ യെല്ലോ കളറിൽ കാണിച്ചേക്കുന്ന ഈ രണ്ട് ആംഗിൾ എന്താണ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്താന്ന് പഠിച്ചു നമ്മള്, സെയിം ആണെന്ന് പഠിച്ചു. അപ്പൊ ഇതെന്താണ്, 50 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ ഈ ജി എച്ച് എന്ന് പറയുന്ന ഈ ലൈന് ട്രാൻസ്വേഴ്സൽ ആണ്. അപ്പോ ഈ ആംഗിളും ഈ 125 എന്ന ഈ ആംഗിളും അതേപോലെ തന്നെ ഈ ആംഗിൾ എന്തായിരിക്കും, 125 തന്നെ ആയിരിക്കും. കാരണം ഇത് രണ്ടും എന്താണ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ അതും. ഓക്കെ, അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മ വെക്കുക. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ ജി എച്ച് 50 ഡിഗ്രിയാണ്, ഈ ജി എച്ച് 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ജി ജെ ഡി 125 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇ എഫ് ജി അതായത് ഈ ആംഗിൾ 50 ഡിഗ്രിയാണെന്നും തന്നിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ജി എച്ച് ജെ. ആംഗിൾ ജി എച്ച് ജെ എത്ര ഡിഗ്രി അല്ലെങ്കിൽ എന്താണ് മെഷർ എന്നാണ് ചോദിച്ചത്. മെഷർ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ ജി എച്ച് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ ജി എച്ച് ജെ ഇതില് സെൻട്രൽ ഏതാ, ലെറ്റർ എച്ച്. അപ്പോൾ അതാണ് ഓക്കെ, ജി എച്ച് ജെ അതാണ് ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയാണെന്ന് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു, കാരണം ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആയതുകൊണ്ട് ജി എച്ച് ജെ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എച്ച് ജി ജെ. എച്ച് ജി ജെ ആ ലൈനിലൂടെ ജസ്റ്റ് ഒന്നൊരു ലൈൻ വരക്കും പോലെ കാണിച്ചു നോക്കിയാൽ നമുക്ക് ആ ആംഗിൾ കിട്ടും. എച്ച് ജി ജെ ദാറ്റ് ഈസ് ഈ ആംഗിൾ. ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇത് 125 ആണ്. അതേപോലെ തന്നെ ഇത് ടോട്ടൽ എത്രയാണ്, ഈ ആംഗിള് ഇവിടുന്ന് ഇവിടം വരെ ടോട്ടൽ 125 ആണ്. ഓൾറെഡി നമുക്ക് ആര് തന്നിട്ടുണ്ട്, 50 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റെഡിൽ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് 125 നിന്ന് ഈ 50 മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ 125 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി എത്രയാണ് ആൻസർ വരിക, 75 ഡിഗ്രി ആണോ? 75 ഡിഗ്രി ആണോ? അല്ല, എന്താണ്, എത്രയാണ്, 125 മൈനസ് 50 ഈ ഡിഗ്രി ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. സോ ഏതാണ്, എച്ച് ജി ജെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 75 ഡിഗ്രി ആണെന്ന് കിട്ടി. അതായത് ഈ റെഡിൽ കാണിച്ചേക്കുന്ന ഈ ആംഗിൾ എത്രയാണ്, 75 ഡിഗ്രി, ഇത് 50 ഡിഗ്രി. ഇനി നെക്സ്റ്റ് റൈറ്റ് എഴുതുക, ഒരു ആംഗിൾ എഴുതുക വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, അത് ഈക്വൽ ആണ് ആംഗിൾ എച്ച് ജി ജെ. ആംഗിൾ എച്ച് ജി ജെക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആംഗിൾ എച്ച് ജി ജെക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. സോ അതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏത് ആംഗിൾ ആണെന്ന് ജസ്റ്റ് നോക്കാം. സോ എച്ച് ജി ജെ എത്രയാണെന്ന് കിട്ടി, 75 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിള് 75 ഡിഗ്രി ഉണ്ടോന്ന് നോക്കിയാൽ മതി. അതായത് ഇപ്പൊ ആംഗിൾസ് കാണാനാണെങ്കിൽ ഇപ്പൊ തന്നേക്കുന്ന അനുസരിച്ച് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇത് നമുക്കറിയാം 50 ആണ്, ഇത് 75 ഇപ്പൊ കിട്ടി. ഇത് എത്രയാന്ന് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. ഇത് നോക്കിക്കോ, ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇത് കംപ്ലീറ്റ് ആംഗിൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ സി ഡി എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പൊ ഒരു സ്ട്രൈറ്റ് ലൈനിലെ കംപ്ലീറ്റ് ആംഗിൾ എത്രയാണ്,
സ്ട്രൈറ്റ് ലൈനിലെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ 125 180 ഡിഗ്രിന്ന് 125 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 55 ഡിഗ്രി കിട്ടും. അപ്പോൾ 180 മൈനസ് 125 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് 55 ഡിഗ്രി കിട്ടും. സോ ഇത് എത്രയാണെന്ന് കിട്ടി? 55 ആണെന്നും കിട്ടി. എങ്ങനെയാണ്? ഇത് ടോട്ടൽ 180 ഡിഗ്രിയാണ്. ഈ ഒരു സ്ട്രൈറ്റ് ലൈനിലെ ആംഗിൾ 180 ഡിഗ്രിയാണ്. ഇവിടെ ഓൾറെഡി 125 തന്നിട്ടുണ്ട്. അപ്പോൾ 180 125 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 55 ഡിഗ്രി. സോ ഇത് 55 ആണെന്നും കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഇല്ല എന്ത്? വേറെ 75. അപ്പോൾ ഈ 75ന് ഈക്വൽ ആയിട്ടുള്ള, അതായത് HGAJക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതോ ഒരു ആംഗിൾ ഈ ട്രയാങ്കിളിൽ ഉണ്ടാവും. അപ്പോൾ ഇത് 50 ആണെന്ന് കിട്ടി. ഇനി മക്കൾ നോക്ക്, ഇതെന്താണ്? ഇത് 55 ആണ്. ഈ പോകുന്ന ഈ ലൈന് ജി അല്ലെങ്കിൽ FG അല്ലെങ്കിൽ FJ അല്ലെങ്കിൽ JF, ഈ പറയുന്ന ഈ ലൈന് ട്രാൻസ്വേഴ്സിലാണ് അല്ലെ? ഇത് ട്രാൻസ്വേഴ്സിൽ ആയതുകൊണ്ട് ഈ ആംഗിളും എന്താണ് മക്കളെ? കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. ടോപ്പ് ലെഫ്റ്റ്. അതായത് ഈ പാരലൽ ലൈനിന് ടോപ്പിലാണ്, ട്രാൻസ്വേഴ്സലിന് ലെഫ്റ്റിലാണ് ഈ ആംഗിൾ. അതേപോലെ തന്നെ ഈ പാരലൽ ലൈനിന് ടോപ്പിലാണ്, ട്രാൻസ്വേഴ്സലിന് ലെഫ്റ്റിലാണ്. അപ്പോൾ ഇത് രണ്ടും ടോപ്പ് ലെഫ്റ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയതുകൊണ്ട് ഇത് 55 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഈ ആംഗിളും കൂടി നോക്കിയാൽ മതി. അപ്പൊ ആ ആംഗിൾ നോക്കാൻ ആദ്യം നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ജസ്റ്റ് വരച്ചു നോക്കാം. ഒരു ട്രയാങ്കിൾ വരക്കാം. ജസ്റ്റ് ഒരു ചെറിയ ട്രയാങ്കിൾ വരക്കാം. ഓക്കെ, ഇതില് നമ്മൾ പേര് കൊടുക്കാൻ പോവാണ്. ഈ ചെറിയ ട്രയാങ്കിൾ ആട്ടോ അത് വരച്ചേക്കുന്ന ഇ ഇവിടെ. ഓക്കെ, ഇനി ഇവിടെ ജി. ഇനി ഈ ടോപ്പ് കോർണർ എഫ്. ഈ കോർണറാണ് എഫ്. സോ ഇവിടെ ഓൾറെഡി എഫ് എന്താണെന്ന് തന്നിട്ടുണ്ട്, 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടി ഈ ജി എന്താണ്? 55 ഡിഗ്രി ആണെന്ന് കിട്ടി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രയാങ്കിളിലെ 2 ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ കാണാൻ തന്നിരിക്കുന്ന 2 ആംഗിളും കൂടി ആഡ് ചെയ്തിട്ട് 180യിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഈ തന്നിരിക്കുന്ന 2 ആംഗിളും കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പ്ലസ് 55, അതിനെ 180യിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ആംഗിൾ ഇ കാണാൻ, ആംഗിൾ ഇ കണ്ടുപിടിക്കാൻ, അതായത് ഈ ആംഗിൾ, ഓക്കെ, ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് ഏതൊക്കെയാണ്? 50 ഡിഗ്രി മൈനസ് 55 ഡിഗ്രി, അതായത് 180യിൽ നിന്ന് 50 55 കൂടി ആഡ് ചെയ്തത് മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 180യിൽ നിന്ന് രണ്ടും ഒരേപോലെ മൈനസ് കൊടുത്ത് എഴുതിയാൽ മതി, ബ്രാക്കറ്റ് ഇല്ലാതെ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും. സോ നെക്സ്റ്റ് 180 ഡിഗ്രി മൈനസ് എത്രയാണ്? 50ഉം 55ഉം കൂടി 105, 105 ഡിഗ്രി. സോ ഈ 180ന്ന് 105 പോയാൽ എത്രയാണോ അതാണ് ഈ ആംഗിൾ. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഇവിടെ നോക്കുക, 100ന്ന് 100 പോയി കഴിഞ്ഞാൽ, അത് 100ന്ന് 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0. 80ന്ന് ബാക്കി 80 ആണ് ഇതിലുള്ളത്, ഇതിലൊരു 5 ആണുള്ളത്. അപ്പൊ 80ന്ന് 5 പോയി കഴിഞ്ഞാൽ 75 ഡിഗ്രി. സോ ഇത് എത്രയാണെന്ന് കിട്ടി? ഈ ആംഗിൾ 75 ഡിഗ്രി ആണെന്ന് കിട്ടി. സോ ഇത് എത്രയാണെന്ന് കിട്ടി? 75 ഡിഗ്രി. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? HGJ എത്രയാണ്? 75 ഡിഗ്രി. അപ്പൊ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ FEG. എന്തുകൊണ്ടാ? ആംഗിൾ FEG എന്താണ്? 75 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് അതിന് ഈക്വൽ ആയിട്ടുള്ളത് അതാണെന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, what is the measure of angle AEF? AEF, അതായത് ഈ ആംഗിൾ എന്താണെന്നാണ് ഇപ്പൊ ചോദിച്ചേക്കുന്നത്. സോ ആ ആംഗിൾ കാണാൻ മക്കൾക്കറിയാം ഇതിപ്പോ എത്ര കിട്ടിയത്? ഇത് 75 ആണ് കിട്ടിയത്. ഇത് ഈ ബ്ലൂ കാണിച്ചേക്കുന്ന FEG എന്ന് പറയുന്ന ഇവിടെ എഴുതിയ ഇതിന് ഈക്വൽ ആയിട്ട് നമ്മളൊരു ആംഗിൾ എഴുതിയ ആംഗിൾ FEG, അത് 75 ആണ്. സോ അത് 75 ആണെന്ന് നമുക്കറിയാം. സോ ഇത് AB എന്നതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇതിലെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇവിടെ ഓൾറെഡി ആരുണ്ട്? 75 ഉണ്ട്. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി മൈനസ് 75 ഡിഗ്രി എത്രയായിരിക്കും? 180 മൈനസ് 75 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 ഡിഗ്രി, 105 ഡിഗ്രി. സോ ഇത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 105 ഡിഗ്രി.
ഇനി ഈ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് പറയണം, കാരണം അതിന് സെപ്പറേറ്റ് പിക്ചർ ഉള്ളതുകൊണ്ട് ട്ടാ. സോ ഈ ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് രണ്ട് ട്രയാങ്കിളിന്റെ ആംഗിൾസ് രണ്ട് പാരലൽ ലൈൻസിന് ഇടയിൽ വരുന്ന രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ഇതാണ്, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ചൂസ് നമ്മൾ സെലക്ട് ചെയ്യുക. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാനാണ്. അപ്പൊ അതിൽ ABCDയിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരാം. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് കറക്റ്റ് ആണോ ശരിയാ, സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ആംഗിൾ ABD, ആംഗിൾ ABD, അതായത് ഇത്. ഈ ആംഗിൾ ABD എന്താണെന്ന് നമുക്കറിയാം. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. സോ ഇത് 50 ഡിഗ്രി ആയി. കാരണം ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് വീണ്ടും പറയുന്നത്. സോ ഇത് പാരലൽ ലൈൻസിന് ഇടയിൽ ട്രാൻസ്വേഴ്സിൽ വരയ്ക്കുമ്പോൾ ആ ട്രാൻസ്വേഴ്സിന്റെ ഇത് ബോട്ടം ലെഫ്റ്റ് ആണ്, ഇത് അപ്പർ റൈറ്റ്. ഇതിന്റെ ട്രാൻസ്വേഴ്സലിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് 50 ആണെങ്കിൽ ഇതും 50 ആയിരിക്കും. സോ ABD എന്ന ഈ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിയാണ്. ആണ്. ഇനി നെക്സ്റ്റ് BAD, അതായത് ഇത് ഇത്ര ഉള്ളൂ. കാരണം D ആണ്, C അല്ല ചോദിച്ചേക്കുന്നത്, D ആണ്. അപ്പൊ B മുതൽ ഇങ്ങനെ പോയി Aയിലൂടെ Dയിലേക്ക്. ഇതെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഇപ്പൊ 90 ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഇത് 90 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് 90 ആണെന്ന് തന്നതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലൈന്, അതായത് A മുതൽ D വരെയുള്ള ഈ ലൈന് പെർപെൻഡിക്കുലർ ആണെന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് ടച്ച് ചെയ്യുന്ന ഭാഗത്തുള്ള ആംഗിൾസ് എല്ലാം 90 ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടും 90 ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടും 90 ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടും 90 ആയിരിക്കും. സോ ഇത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഇത് ഓൾറെഡി ടോട്ടൽ 90 ആണെങ്കിൽ ഇവിടെ 50 ഡിഗ്രി ആണ് കിട്ടിയിട്ടുണ്ട്. ഇവിടം മുതൽ ഇവിടം വരെ 50 ആണ്. ബാക്കി ഇവിടം മുതൽ ഇവിടം വരെയാണ് ഈ ബ്ലൂ ലൈനിൽ കാണിച്ചേക്കുന്നത്. അത് എത്രയായിരിക്കും? 90-ൽ നിന്ന് 50 മൈനസ് ചെയ്താൽ പോരെ? ദാറ്റ് ഈസ് 40 ഡിഗ്രി. അപ്പൊ ഇത് എത്രയെന്ന് കിട്ടി? 40 ആണെന്ന് കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ എന്തല്ല? ഈക്വൽ അല്ല. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. മെഷർ ഓഫ് ആംഗിൾ BAD. BAD എത്രയാണ്? 40 ആണെന്ന് ഇപ്പൊ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ACD. ACD ഓൾറെഡി തന്നിട്ടുണ്ട് 40 ആണെന്ന്. രണ്ടും 40 ഡിഗ്രിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് 3. ആംഗിൾ ABD. അതേ കണ്ടുപിടിച്ചു, 50 ആണ്. ഇത് 50 ആണ്. നെക്സ്റ്റ് ആംഗിൾ DAC. അതായത് ഈ ആംഗിൾ ആണ് ചോദിച്ചേക്കുന്നത്. ഈ ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. DAC എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അതും കാണാനും നല്ല എളുപ്പമാണ്. ഇത് രണ്ട് പാരലൽ ലൈൻ ആണ്. അപ്പോൾ AC എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സലാണ്. ഇതും ഈ തന്ന ഈ ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. ഒന്നുകൂടി പറയാം. ഈ ആംഗിളും ഈ ആംഗിൾ എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. ഇത് രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ ഇത് 40 ആണെങ്കിൽ ഇതും 40. ഇത് ഓൾറെഡി ടോട്ടൽ എത്രയാണ്? ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെയുള്ളത് ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതിനിടയിലുള്ള ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇവിടെ ഓൾറെഡി എത്ര ഉണ്ട്? 40 ഡിഗ്രി ഉണ്ട്. സോ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് 40, ദാറ്റ് ഈസ് 50 ഡിഗ്രി. അപ്പൊ ഇത് 50 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇത് രണ്ടും 50 ഡിഗ്രി ആണ്. അപ്പൊ ഇതും ശരിയാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ആംഗിൾ ABC. ആംഗിൾ ABC 50 ഡിഗ്രി. അത് ഓൾറെഡി കണ്ടെത്തിയതാണ്. ഇനി ആംഗിൾ ACB. ഓൾറെഡി തന്നിട്ടുണ്ട്. 40 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല. ഇത് രണ്ടും 50-40 ഈക്വൽ അല്ല.
അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പൊ 2ഉം 3ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന ഓപ്ഷൻസ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ഇനി തന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഇസ് ഗിവൺ വില. ഒരു സ്റ്റേറ്റ്മെന്റും ഒരു റീസണും എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റും ഒരു റീസണും. സോ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇഫ് 8 liters of milk is filled in 6 identical bottles, each bottle contains 8 by 6 liters of milk. ഇതിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇഫ് എങ്കിൽ 8 liters of milk, 8 ലിറ്റർ മിൽക്ക്, ഈസ് ആകുന്നു, ഫിൽഡ് നിറച്ചു, ഇൻ 6 ഐഡന്റിക്കൽ ബോട്ടിൽസ്, അതായത് 6 ഒരേപോലുള്ള ബോട്ടിൽസിൽ 8 ലിറ്റർ മിൽക്ക് നിറച്ചു. ഈച്ച് ബോട്ടിൽ ഓരോ ബോട്ടിലും കണ്ടെയ്ൻസ് ഓരോ ബോട്ടിലും അടങ്ങിയിട്ടുണ്ട് 8 by 6 liters ഓഫ് മിൽക്ക്. 8 by 6 ലിറ്റർ മിൽക്കാണ് ഓരോ ബോട്ടിലും ഉള്ളത്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. മക്കൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എത്രയാണോ നമ്മൾ ടോട്ടൽ തന്നിരിക്കുന്ന അളവ്, അതിനെ എത്ര ഐഡന്റിക്കൽ ബോട്ടിൽസിലോ അല്ലെങ്കിൽ എത്ര എണ്ണം ആക്കിയിട്ടാണോ മാറ്റിയേക്കുന്നത്, അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെത് കിട്ടും എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ 8 ലിറ്റർ മിൽക്കിന് നമ്മൾ 6 ഐഡന്റിക്കൽ ബോട്ടിൽസിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിലിൽ 8 by 6 ലിറ്റർ മിൽക്ക് ഉണ്ടാവും. ഇസ് എ ക്ലിയർ? ഓക്കെ, ഒരു ബോട്ടിൽ. നെക്സ്റ്റ് റീസൺ ഇതാണ്: 8 by 6 മീൻസ് 8 by 6 എന്ന് പറഞ്ഞാൽ 6 ഈസ് ഈക്വലി ഡിവൈഡഡ് ബൈ 8. 6 ഈക്വലി ഡിവൈഡഡ് ബൈ 8. 6നെ 8 ആക്കി ഈക്വൽ ആക്കി 8 ആക്കി ഡിവൈഡ് ചെയ്തു എന്നാണ് 8 by 6 മീൻ ചെയ്യുന്നതെന്നാണ് റീസൺ പറയുന്നത്. പക്ഷെ അതെന്താണ്? തെറ്റാണ്. എന്താണ്? 8 ഈസ് equally divided by 6 എന്നാണ് ആൻസർ. സോ റീസൺ എന്താണ്? റീസൺ തെറ്റാണ്. റീസൺ തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ, ഫൈൻഡ് വിച്ച് ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റും റീസണും എക്സാമിൻ ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ഏതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ പറയണം. ഓപ്ഷൻ എ, ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. എന്താണ്? സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. എന്താണ്? തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സ്റ്റേറ്റ്മെന്റ് തെറ്റാന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പൊ പിന്നെ ബി വേറെ ഒന്നും നോക്കണ്ട, ബിയും തെറ്റാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ നോട്ട് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റും റീസണും എന്തല്ല? കറക്റ്റ് അല്ല എന്നാ പറയുന്നത്. അപ്പൊ അതുമല്ല. ഇവിടെ ഈ ഡി എന്ന ഓപ്ഷന് ഇവിടെ വരുന്നുണ്ട് കേട്ടാ. ഇവിടെ ഡി എന്ന ഓപ്ഷൻ ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇതാണ് ഡി എന്ന ഓപ്ഷൻ കേട്ടാ. സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്. അപ്പൊ ഇതെന്താണ്? ഇത് ശരിയാണ്. ഏത്? ഓപ്ഷൻ ഡി ശരിയാണ്. ഓപ്ഷൻ ബിയും എയും സിയും ഒക്കെ എന്താണ്? തെറ്റാണ്. പക്ഷെ ഓപ്ഷൻ ഡി എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്, റീസൺ എന്താണ്? റോങ് ആണ്. സോ അതാണ് ആൻസർ. സോ ബി ക്വസ്റ്റ്യൻ ആണ് ഇനി പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ബി ക്വസ്റ്റ്യൻ: ഡ്രോ എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. ആൻഡ് ഷോ. അതിൽ നിങ്ങൾ എന്ത് കാണിക്കണം? ഷോ എന്ന് വെച്ചാൽ കാണിക്കുക. 3/5 പാർട്ട് ഓഫ് ഇറ്റ്സ് 1/3 പാർട്ട്. 1/3 പാർട്ടിന്റെ 3/5 പാർട്ട് നിങ്ങൾ അതിൽ കാണിക്കണം. 1/3 പാർട്ടിന്റെ 3/5 ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/5 ഓഫ് 1/3 പാർട്ടാണ് നിങ്ങൾ അതിൽ ആ റെക്റ്റാങ്കിളിൽ കാണിക്കേണ്ടത്. എന്നിട്ട് അത് എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യാൻ വേണം. സോ ഇതിൽ വന്നിട്ടുള്ള 3/5 3/5 എന്ന് തന്നെ എഴുതാം. ഓഫ് എന്താ? ഇൻറ്റു 1/3 എന്താ? 1/3. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് നിങ്ങൾ റെക്റ്റാങ്കിൾ വരച്ച് ഷെയ്ഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആദ്യം റെക്റ്റാങ്കിൾ വരക്കുക. ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരക്കുക. എന്നിട്ട് അതിനെ 3 ഭാഗമാക്കുക അല്ലേ? 3 ആക്കിയിട്ട്
എന്നിട്ട് അതിനെ ഈ 1/3 ഇതാണ് 1/3 ഒരു റെക്റ്റാങ്കിളിന്റെ 3 ഭാഗമാക്കും. 1, 2, 3 ഈക്വലാക്കി 3 ഭാഗമാക്കുമ്പോൾ ഈ ഒരു ഭാഗമാണ് 1/3. അപ്പൊ ഈ ഭാഗം 1/3 ഇതും 1/3. ഇനി ഈ 1/3യെ 5 ഭാഗമാക്കും. ഒരു 1/3 എടുത്തിട്ട് 5 ആക്കാൻ പോവാണ്. ഇതെത്രയായി? ഈ ഒരു 1/3 1, 2, 3, 4, 5 ഈ 5 എത്ര എണ്ണം ഷെയ്ഡ് ചെയ്യണം? 3 ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ 1, 2, 3 ഇതാണ് ആൻസർ. ഇനിയിപ്പോ ഇത് ഇങ്ങനെ എല്ലാതും ചെയ്യാട്ടാ. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നല്ല എളുപ്പമാണ്. ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു കാര്യമുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഇൻറ്റു ചെയ്യാം. എന്താണ് 3/5 ഇൻറ്റു 1/3? 3 ഇൻറ്റു 1. രണ്ട് ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. ഇതിലെ ന്യൂമറേറ്റർ 3 ഇൻറ്റു ന്യൂമറേറ്റർ 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 5 ഇൻറ്റു ഡിനോമിനേറ്റർ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 3 ബൈ 3. 5 ഇൻറ്റു 3 15. 5 ഇൻറ്റു 3 15. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3നെയും 3യിലും 15ലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 5 ഉണ്ട്. 3 ഉണ്ട്. അപ്പോൾ 3ൽ 3 1 ടൈം, 15ൽ 3 5 ടൈംസ്. അപ്പോൾ 1/5 ആണ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി. ഇതിനെ കറക്റ്റ് പ്രൊഡക്റ്റ് കണ്ടിട്ട് ഇപ്പോൾ 1/5 എന്നല്ല കിട്ടിയത്. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ കറക്റ്റ് വരച്ചിട്ട് അതിനെ 5 ഈക്വൽ ആയിട്ട് 5 ആക്കിയിട്ട് 1, 2, 3, 4, 5 ഈക്വൽ ആക്കിയിട്ട് 5 ആക്കിയിട്ട് അതിൽ ഒരെണ്ണം ഏതാണ്? 1 ഇവിടെ ന്യൂമറേറ്റർ. അപ്പോൾ ഒരെണ്ണം ഷെയ്ഡ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ആൻസർ. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. സോ ഇങ്ങനെ ചെയ്താലും മതി. ഇതാണ് ഇച്ചിരി എളുപ്പം. മക്കൾ ഇങ്ങനെ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഏരിയ ഓഫ് എ റെക്റ്റാങ്കുലാർ ഷേപ്ഡ് പ്ലോട്ട് ഈസ് 385 സ്ക്വയർ മീറ്റർ. അതായത് ഒരു റെക്റ്റാങ്കുലാർ ഷേപ്പുള്ള ഒരു പ്ലോട്ട്, ഒരു സ്ഥലം, ഒരു റെക്റ്റാങ്കുലാർ ഷേപ്പുള്ള ഒരു സ്ഥലത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഒരു റെക്റ്റാങ്കുലാർ ഷേപ്പുള്ള ഒരു സ്ഥലത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 384 സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കുലാർ ഷേപ്പുള്ള ഏരിയ ആണ് അല്ലെ, റെക്റ്റാങ്കുലാർ ഷേപ്പുള്ള ഒരു പ്ലോട്ടാണ്, അതായത് ഒരു സ്ഥലം. ഓക്കെ. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 384 സ്ക്വയർ മീറ്റർ, അതായത് സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്, റെക്റ്റാങ്കുലാർ ഷേപ്പുള്ള ഈ പ്ലോട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ എത്രയാണ് തന്നിട്ടുണ്ട്? 384 സ്ക്വയർ മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദർ ഇസ് എ ഗാർഡൻ ഇൻസൈഡ് ദ പ്ലോട്ട്. ഈ സ്ഥലത്തിന്റെ ഉള്ളിൽ ഒരു ഗാർഡൻ ഉണ്ട്. ഓക്കെ. ഈ സ്ഥലത്തിന്റെ ഉള്ളിൽ ഇതാണ് ഗാർഡൻ കേട്ടോ. ഇതാണ് ഗാർഡൻ. ഓക്കെ. ഈ സ്ഥലത്തിന്റെ ഉള്ളിൽ ഒരു ഗാർഡൻ ഉണ്ട്. ദർ ഇസ് എ ഗാർഡൻ. അവിടെ ഒരു ഗാർഡൻ ഉണ്ട്. ഇൻസൈഡ്, ഉള്ളിൽ, ദ പ്ലോട്ടിനുള്ളിൽ, വിച്ച് ഹാസ് എൻ ഏരിയ ഓഫ് 5/12 പാർട്ട് ഓഫ് ദി പ്ലോട്ട്. ഈ പ്ലോട്ടിന്റെ 5/12 ഓഫ് പ്ലോട്ടാണ് ഈ ഗാർഡന്റെ ഏരിയ എന്ന് പറയുന്നത്. ഗാർഡൻ ഓഫ് ഏരിയ 5/12 പാർട്ട് ഓഫ് പ്ലോട്ട്. 5/12 പാർട്ട് ഓഫ് പ്ലോട്ട് ആണ് ഗാർഡന്റെ ഏരിയ. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഗാർഡൻ. ഗാർഡന്റെ ഏരിയ കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നല്ല എളുപ്പമാണ്. കാരണം ഏരിയ എങ്ങനെ എഴുതാം? ആൻസർ എഴുതുമ്പോൾ ഏരിയ ഓഫ് ഗാർഡൻ ഇസ് ഈക്വൽ ടു 5/12 ഓഫ് പ്ലോട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/12 ഓഫിന്റെ സൈന് ഇൻറ്റു പ്ലോട്ടിന്റെ ഏരിയ എത്രയാണ്? 384. ഇതില് 12ഉം 384ഉം മൾട്ടിപ്ലൈഡ് ആണ്. അതായത് 12ന്റെ ഏതോ ഒരു നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 384 കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ഇങ്ങനെ മാറ്റി എഴുതാൻ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ഈ ന്യൂമറേറ്റർ മാറ്റിയിട്ട് ഇങ്ങോട്ട് എഴുതുക, ഈ ന്യൂമറേറ്റർ പുറത്തേക്ക് മാറ്റി എഴുതുക. അപ്പോൾ 384/12 ഇൻറ്റു 5 എഴുതാം. ഇതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? സോ ഇങ്ങനെ നമ്മൾ ചെയ്തതാണ്. സോ 384
ഡിവൈഡഡ് ബൈ 12 is equal to 32. സോ 32 എന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 384/12 32 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ 32 ഇൻറ്റു 5. 32 ഇൻറ്റു 5 എത്രയാണ്? 5, 10, 1, 5, 15, 1, 16. 160 സ്ക്വയർ മീറ്റർ ആണ് ഈ ഗാർഡന്റെ ഏരിയ. ഇതിലുണ്ടോ ഇവിടെ? എന്താണ് ക്വസ്റ്റ്യന്റെ ആൻസർ? 160 മീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? സോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ ട്രയാങ്കിൾ ODC വിത്ത് OD equal to 9 cm, AC equal to 5 cm and ആംഗിൾ D equal to 30 degree. ഇവിടെ രണ്ട് സൈഡും ഒരു ആംഗിളും തന്നിട്ടുണ്ട്. സോ രണ്ട് സൈഡും ഒരു ആംഗിളും തന്നു കഴിഞ്ഞാൽ ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മൾ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഈ ട്രയാങ്കിൾ വരക്കാൻ പഠിപ്പിച്ച ചാപ്റ്ററിന്റെ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടായി. സോ ഡ്രോ എ ട്രയാങ്കിൾ ODC എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ട്രയാങ്കിൾ ജസ്റ്റ് നമുക്ക് റഫായിട്ട് വരയ്ക്കാം. ഓക്കെ, റഫായിട്ട് വരച്ചിട്ട് ഇതാണ് OCD എന്ന് വിചാരിക്കാം. അതായത് ODC നമ്മളോട് പറഞ്ഞ ട്രയാങ്കിള് ODC ഇതാണെന്ന് വിചാരിക്കാം. ഇതില് OD ഈക്വൽ ടു 9 സെന്റിമീറ്റർ. ഇത് കോർണർ O, ഇത് D ആണെങ്കിൽ OD എത്രയാണ് തന്നിട്ടുണ്ട്? OD ഈക്വൽ ടു 9 സെന്റിമീറ്റർ. 9 സെന്റിമീറ്റർ. ഇനി OC ഈക്വൽ ടു 5 സെന്റിമീറ്റർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ODC എന്ന ട്രയാങ്കിൾ വരയ്ക്കാനാ. ODC. അപ്പൊ ഇത് C ആയിരിക്കും. ഇനി OC ഈക്വൽ ടു 5 സെന്റിമീറ്റർ. OC, O മുതൽ C വരെ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആംഗിൾ D 30 ഡിഗ്രി. അതായത് ആംഗിൾ D 30 ഡിഗ്രി. ഇതാണ് നമ്മളോട് വരക്കാൻ പറഞ്ഞത്. അപ്പൊ മക്കൾ ആദ്യം വരയ്ക്കേണ്ടത് ബോട്ടം ലൈൻ വരയ്ക്കാം. ബോട്ടം ലൈൻ വരച്ചിട്ട് ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ട് ജസ്റ്റ് അങ്ങനെ വരയ്ക്കുക. ഇത് 9 സെന്റിമീറ്റർ ആണെന്ന് എഴുതാം. 9 സെന്റിമീറ്റർ. ഓക്കെ, OD 9 സെന്റിമീറ്റർ വരച്ച് എന്നിട്ട് ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രി അളക്കുക. 30 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ഇവിടെ എത്രയാണ്? 30 ഡിഗ്രി. കാരണം ആംഗിൾ D മാത്രമേ തന്നിട്ടുള്ളൂ 30 ഡിഗ്രി. ഇനി ഇതിൽ ഏതോ ഒരു പോയിന്റിലാണ് ഈ C എന്ന പോയിന്റ് വരേണ്ടത്. പക്ഷെ അത് എവിടെയാന്ന് അറിയില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, O മുതൽ ഇങ്ങോട്ടുള്ള C വരെയുള്ള ലെങ്ത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ മക്കള് കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്തിട്ട് കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുക്കുക. 5 സെന്റിമീറ്റർ എന്നിട്ട് കോമ്പസ് ഇവിടെ കുത്തുക. ഓല് പോയിന്റ് ചെയ്തിട്ട് കോമ്പസ് വെച്ച് ഇതിലൊരു ആർക്ക് വരയ്ക്കുക. അപ്പൊ ആർക്ക് ഇങ്ങനെ ടച്ച് ചെയ്യും. ആർക്ക് വരയ്ക്കുമ്പോൾ ഈ ലൈനില്ലേ, ഈ 30 ഡിഗ്രി വരച്ച് ഈ ലൈനിൽ രണ്ട് സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യും? ഈ ആർക്ക് ടച്ച് ചെയ്യും. ഒന്നിവിടെ. സോ ഈ ആർക്ക് ടച്ച് ചെയ്ത ഈ രണ്ട് പോയിന്റിലും നമുക്ക് എന്ത് ചെയ്താം? C എന്ന് എഴുതാൻ പറ്റും. ഇതില് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചാൽ ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അല്ലാതെ ഈ C എന്ന പോയിന്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതും 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇതില് ഇങ്ങനെയുള്ള ഈ ട്രയാങ്കിളും ഇങ്ങനെയുള്ള ഈ വലിയ ട്രയാങ്കിൾ വരച്ചാലും സെയിം ആൻസർ ആണ്. രണ്ടിലും സെയിം ആണ്. സോ ഇങ്ങനെയാണ് ഈ ട്രയാങ്കിൾ വരക്കേണ്ടത്. ഇനി ഇതിൽ ചോദിച്ചേക്കുന്നത് വിതൗട്ട് ചേഞ്ചിങ് ദ മെഷേഴ്സ് ഓഫ് OD ആൻഡ് ആംഗിൾ D. OD എന്ന 9 സെന്റിമീറ്ററും D എന്ന ആംഗിൾ 30 ഡിഗ്രിയും മാറ്റാതെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡ്രോ ദ ട്രയാങ്കിൾ. ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയില്ല. വെൻ ദ മെഷർ ഓഫ് OC എന്ന മെഷർ ഏത് ലെങ്ത് വരുമ്പോഴാണ് ട്രയാങ്കിള് വരയ്ക്കാൻ പറ്റാത്തത് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ മക്കള് വേറെ ഒന്നും ചിന്തിക്കാതെ കോമ്പസിൽ ആദ്യത്തെ ഓപ്ഷൻ 8 സെന്റിമീറ്റർ എടുത്ത് നോക്കുക. എന്നിട്ട് ഈ കോമ്പസ് ഓല് കുത്തിയിട്ട് 8 സെന്റിമീറ്റർ വരുന്ന ആർക്ക് വരക്കാൻ പറ്റുമോ നോക്കുക. അപ്പൊ ഈ ലൈനിൽ ടച്ച് ചെയ്യും. അപ്പൊ ആ 8 സെന്റിമീറ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രയാങ്കിൾ വരക്കാൻ പറ്റും. അപ്പൊ ഇത് കൊണ്ട് വരക്കാൻ പറ്റും. പറ്റാത്തതാണ് ചോദിച്ചേക്കുന്നത്. നോട്ട് പോസിബിൾ. ഇനി 10 എടുക്കുക. കോമ്പസിൽ 10 എടുത്ത് ഈ O എന്ന പോയിന്റിൽ ആർക്കില് O എന്ന പോയിന്റിൽ നമ്മൾ കോമ്പസ് പോയിന്റ് ചെയ്തിട്ട് ആർക്ക് വരയ്ക്കുമ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വരച്ച ഈ ലൈനിൽ ആർക്ക് വന്നിട്ട് ഈ ലൈനിൽ ഈ O എന്ന പോയിന്റിലേക്ക് OC വരക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ്
4 സെന്റിമീറ്റർ എടുത്ത് നോക്കുക. 4 സെന്റിമീറ്റർ എടുത്ത് O എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ വരയ്ക്കുമ്പോൾ അതിൽ ആർക്ക് ഇങ്ങനെ വരിക. അതായത് ഈ മൂന്നാമത്തെ ലൈനിലോട് ടച്ച് ചെയ്യൂല. മൂന്നാമത്തെ ലൈനിലോട് ടച്ച് ചെയ്യാതെ നമുക്ക് കൂട്ടി വരയ്ക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടൂല. അപ്പോൾ 4 സെന്റിമീറ്റർ കൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റൂല? OC 4 സെന്റിമീറ്റർ ആണെങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യന് വലിയ ക്വസ്റ്റ്യനാന്ന് വിചാരിക്കരുത്. കണ്ടാല് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. വീണ്ടും ആ 3 ആക്കിയതിൽ 2 വീണ്ടും 5 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൽ 4 എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പറ്റിയാണ് ഇനി ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ പിക്ചർ നന്നായിട്ട് മനസ്സിലാക്കി നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പിക്ചർ കാണണമെന്നില്ല, ജസ്റ്റ് അവിടെ വരക്കാം. അപ്പൊ ജസ്റ്റ് നോക്കട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്. ഈ തന്നിരിക്കുന്ന ഇതില് ഏതാണ് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നതനുസരിച്ചാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിൽ ഏതാണ് ശരി എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പൊ നേരത്തെ തന്നതനുസരിച്ച് ഒരു റെക്റ്റാങ്കിളിലെ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. ഈ 3 ഈക്വൽ പാർട്സ് ആക്കിയതിന് ഇതാണ് നമ്മുടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. ഒരു റെക്റ്റാങ്കിൾ തന്നിട്ട് അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കി, ഇത് വരച്ചപ്പോൾ മാറിപ്പോയതാണ്, 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. ആ 3 ഈക്വൽ പാർട്സിൽ 2 വീണ്ടും 5 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അതില് 4 1 2 3 4 4 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പറ്റിയാണ് ഇനി ഈ വരുന്ന സ്റ്റേറ്റ്മെന്റും അതിലെ ശരിയും തെറ്റും നോക്കുന്നത്. അപ്പൊ ആദ്യത്തത് 2/5 പാർട്ട് ഓഫ് 2/3. അതായത് ഇപ്പൊ ഇത് മാത്രം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാതെ തന്നെ തന്ന പിക്ചർ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരൊറ്റ റെക്റ്റാങ്കിളിനെ 3 ആക്കിയതിൽ 2. അപ്പൊ 3 2 അല്ലെ? 3 ആക്കിയതിൽ 1 2 3 കോളാക്കിയിട്ടില്ലേ? അതിൽ 2 നമ്മൾ എന്താക്കുന്നത്? വീണ്ടും 5 ആക്കുന്നത്. അപ്പൊ 3 2 വീണ്ടും 5 ആക്കുന്നത്. ഈ 5 എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5. ഈ 5 എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 2 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഇതാണ് ഈ പിക്ചറിൽ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഓപ്ഷൻസ് എന്ന്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, 2/5 ഓഫ് 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, 2/5 ഇൻറ്റു 2/3 ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4/5 ഇൻറ്റു 3 15. നെക്സ്റ്റ് 1/3 ഇൻറ്റു 2/5 1/3 ഇൻറ്റു 2/5 1 ഇൻറ്റു 2 2 3 ഇൻറ്റു 5 15. നെക്സ്റ്റ് 4/5 ഇൻറ്റു 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 8 8/15. പിന്നെ ലാസ്റ്റ് 4/15 പാർട്ട് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ 4/15 എന്നാണ് ലാസ്റ്റ് തന്നിട്ടുള്ളത്. സോ ഇതിൽ ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ മുകളിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ട്രൂ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ്സ് എസ് കണ്ട. അപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇതിൽ നോക്കിയേ, നമുക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാക്കാം 4 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ടോട്ടൽ കാണാൻ മക്കളെ
തന്നിരിക്കുന്ന പിക്ചർ ഏതാണോ ആ പിക്ചറിന്റെ കൂടെ മക്കൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് തന്ന പിക്ചർ ഇതാണ്, തന്നിരിക്കുന്നതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി മക്കളെ ഓരോ ബോക്സും ഓരോ സെല്ലും എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 15 എണ്ണം ഉണ്ട്. 15ൽ എത്ര എണ്ണാണ് ഈ കളറ് ഷെയ്ഡ് ചെയ്തേക്കണേ? 1 2 3 4 എണ്ണാണ്. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഫ്രാക്ഷൻ കണ്ടെത്തുക. വേറെ ഒന്നും ചെയ്യാനില്ല, എവിടെയും മൾട്ടിപ്ലിക്കേഷൻ ഒന്നും പോകാൻ നിൽക്കണ്ട. ഷെയ്ഡ് ചെയ്ത പാർട്ട് കാണാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഓരോന്നിനും ഫില്ല് ചെയ്യുക. കംപ്ലീറ്റ് പിക്ചർ ഫില്ല് ചെയ്തിട്ട് ടോട്ടൽ എത്ര എണ്ണം ഉണ്ടോ അത്രണ്ണത്തിൽ എത്ര എണ്ണാണോ ഷെയ്ഡ് ചെയ്തത് അത് മുകളിൽ എഴുതി കൊടുക്കുക. 4/15 ആണ് ആൻസർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം 4/15 എന്ന ആൻസർ കിട്ടിയേക്കുന്നത് രണ്ട് ഭാഗത്താണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനും നാലാമത്തെ സ്റ്റേറ്റ്മെന്റിനും. അപ്പോൾ 1ഉം 4ഉം കാണിച്ചേക്കുന്നത് ഓപ്ഷൻ ജി. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷൻ ജി 4 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത്. ട്രൂ ആയിട്ടുള്ളത് അതാണ് ആൻസർ. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എ മാൻ ട്രാവൽസ് 1/4 കിലോമീറ്റർ ഇൻ 1 hour. അതായത് ഒരാള് ഒരാള് ഒരാൾ എന്താ ചെയ്യുന്നത്? ഒരാള് ഒരു മണിക്കൂറിൽ 1/4 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. 1/4 കിലോമീറ്റർ എന്ത് ചെയ്യുന്നത്? ഒരു മണിക്കൂറിൽ ട്രാവൽ ചെയ്യുന്നു. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഹി ട്രാവൽഡ് ഇൻ 1/3 hours? ചോദിച്ചേക്കുന്നത് ഇതാണ്. 2 1/3 മണിക്കൂറിൽ അയാള് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരാള് 2 1/4 കിലോമീറ്റർ, അതായത് 2.25 കിലോമീറ്റർ. എ മാൻ ട്രാവൽസ്, ഒരാള് ട്രാവൽ ചെയ്യുന്നു 2 1/4 1/4 കിലോമീറ്റർ ഇൻ 1 hour. ഇൻ 1 hour എന്ന് പറയുമ്പോൾ പെർ അവർ. ഒരു അവറിൽ 2.25 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് എന്താകുന്നു? ദ ഡിസ്റ്റൻസ് അകലം. ഹി ട്രാവൽഡ് അയാൾ സഞ്ചരിച്ച ദൂരം എന്താകുന്നു? ഇൻ 1/3 hours. 1/3 മണിക്കൂറില് എത്ര ഡിസ്റ്റൻസ് അയാള് ട്രാവൽ ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ആദ്യം തന്നെ മക്കൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷന് എന്താക്കുക? ഇംപ്രോപ്പർ. ഓക്കെ, തന്ന മിക്സഡ് ഫ്രാക്ഷൻ ഇതാണ് 2/1/4. അപ്പൊ ആദ്യം തന്നത് 2/1/4 കിലോമീറ്റർ ആണ്. അതിനെ മാറ്റി 2 × 4 + 1/4 എത്രയാണ്? 9/4 കിലോമീറ്റർ. അപ്പോൾ 2/1/4 കിലോമീറ്റർ എന്തായി ഇംപ്രോപ്പറിലെ? 9/4 കിലോമീറ്റർ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടൈമാണ് 1/3 അവർ. 1/3 അവറിനെ വീണ്ടും മാറ്റുക. ഇംപ്രോപ്പർ ആക്കാൻ 2 × ഡിനോമിനേറ്റർ + ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ദാറ്റ് ഈസ് 2 × 3 6 + 1 7/3 hours. ഓക്കെ, 7/3 hours. അതായത് ഇതിനെ രണ്ടിനെ എന്താക്കി? ഇംപ്രോപ്പർ ആക്കി. നമുക്കറിയാം, ഇപ്പോൾ ഞാൻ ഒരു മണിക്കൂറിൽ 2 കിലോമീറ്റർ നടക്കുന്നു എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറിൽ എത്ര കിലോമീറ്ററാ നടക്കുക? അങ്ങനെ ചോദിക്കുമ്പോഴേ ഇപ്പം 2 കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ നടക്കുന്നത്. അപ്പൊ 2 മണിക്കൂറിൽ അല്ല, ഒരു മണിക്കൂറിൽ ഒരു അവറിൽ 2 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ 2 അവറിൽ എത്രയായിരിക്കും? 4 കിലോമീറ്റർ ആയിരിക്കും. എങ്ങനെ കിട്ടുക? ഈ 1 എങ്ങനെ 2 ആയത്? ഇൻറ്റു 2 ചെയ്തപ്പോൾ. അതേപോലെ ഇവിടെ ഈ 2നെ ഇൻറ്റു 2 ചെയ്യുക, ദാറ്റ് ഈസ് 4. അപ്പൊ അതേപോലെ എന്ത് ചെയ്യുക? ഇതിനും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇൻറ്റു ചെയ്യാം. തന്നിരിക്കുന്ന 2 നമ്പറിനെ കൂടി ഒരുമിച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. അതായത് ഒരു മണിക്കൂറിൽ
അയാൾ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്? 2 കിലോമീറ്റർ. അതായത് 1 മണിക്കൂറിൽ 9/4 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂർ ആയതുകൊണ്ടാണ് 1 × 9/4 കിലോമീറ്റർ ആയത്. അപ്പോൾ അവർ മാറിയിട്ട് 1 അവർ മാറിയിട്ട് 2 ആണെങ്കിൽ എന്തായിട്ട് മാറും? 7/3 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സോ 7/3 × 9/4 കിലോമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഈ 9ന്റെ ഡിനോമിനേറ്റർ ഈ 3 എഴുതുക, ഈ 7ലേക്ക് ഈ 7ന്റെ ഡിനോമിനേറ്റർ ആയിട്ട് 4 മാറ്റി എഴുതുക. അപ്പോൾ 7/4 × 9/3. 9ഉം 3ഉം ഒരേ മൾട്ടിപ്പിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് എഴുതിയത്. ഇനി എന്ത് ചെയ്യാം? ഈ 9നെയും 3നെയും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 7/4 അത് തന്നെ എഴുതുക. ഇൻറ്റു 3ൽ 3 1 ടൈം, 9ൽ 3 3 ടൈം. അപ്പോൾ അത് പോയി. അപ്പോൾ 3ന്റെ സ്ഥാനത്ത് 1ഉം 9ന്റെ സ്ഥാനത്ത് 3ഉം ആയി. ഇനി 7 × 3 21. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 21/4 കിലോമീറ്റർ. What is the distance? Okay. 21/4 കിലോമീറ്റർ. അപ്പോൾ 21/4 കിലോമീറ്റർ ആണ് അയാൾ എന്ത് ചെയ്യുന്നത്? 2 അവറിൽ സഞ്ചരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ആണ്. സി ക്വസ്റ്റ്യൻ നോക്കുക. എ 4 മീറ്റർ ലോങ് റോപ്പ് ഈസ് ഡിവൈഡഡ് ഇൻടു എ 4 മീറ്റർ ലോങ് റോപ്പ്. ഒരു 4 മീറ്റർ നീളമുള്ള ഒരു റോപ്പ് എന്ന് വെച്ചാൽ ഒരു കയറ്. 4 മീറ്റർ നീളമുള്ള കയറാണ്. 4 മീറ്റർ നീളമുള്ള ഒരു കയറിന് ഈസ് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ചാൽ കട്ട് ചെയ്യുക, ഇൻറ്റു അല്ലെങ്കിൽ മുറിക്കുക, ഇൻറ്റു 5 പീസസ് ഓഫ് ഈക്വൽ ലെങ്ത് ഉള്ള 5 പീസാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. 1 2 3 4 5 ഈക്വൽ ലെങ്ത് ഉള്ള, അതായത് ഈ ലെങ്ത്തും ഓരോ പീസിന്റെ ലെങ്ത് എന്താണ്? ഈക്വൽ ആണ്. ഓരോ പീസിന്റെ ലെങ്ത് എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് തന്നെയാണ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതും, ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതും, ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതും ഇതും. ഓക്കെ. അപ്പൊ ഈക്വൽ ലെങ്ത് ഉള്ള 5 1 2 3 4 5 ഈക്വൽ പീസസ് ആക്കി 4 മീറ്റർ റോപ്പിനെ മാറ്റി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/5 പാർട്ട് ഓഫ് ഇറ്റ്സ് 1 പീസ് ഇൻ മീറ്റർ ആൻഡ് സെന്റിമീറ്റർ? ചോദിച്ചേക്കുന്നത് ആദ്യം 3/5 പാർട്ട് ഓഫ് 1 പീസ്, ഒരു പീസിന്റെ 3/5 പാർട്ടാണ് ചോദിച്ചേക്കുന്നത്. മക്കൾ ആദ്യം ഇങ്ങനെ തരുമ്പോ ഒരു പീസ് എന്താന്ന് കണ്ടുപിടിക്കും. 1 പീസ്. ഓക്കെ. 1 പീസ് എങ്ങനെ കാണുക? ടോട്ടൽ ലെങ്ത് 4 മീറ്റർ ബൈ നമ്പർ ഓഫ് പീസസ് 5. 4/5 മീറ്റർ ആയിരിക്കും ഒരു പീസ്. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? 3/5 പാർട്ട് ഓഫ് 1 പീസ്. എന്താണ്? 3/5 ഓഫ് 1 പീസ്. ഒരു പീസിന്റെ, ഒരു പാർട്ടിന്റെ അല്ലെങ്കിൽ ഒരു പീസിന്റെ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു പീസിന്റെ 3/5 പാർട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് എന്താകുന്നു? ഒരു പീസിന്റെ 3/5 പാർട്ട് ലെങ്ത് എന്താകുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 3/5 കഴിഞ്ഞാൽ 3/5 എന്ന് തന്നെ എഴുതാം. ഓഫ് ഇൻറ്റു 1 പീസ് എത്രയാണ്? 4/5. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ. 3 × 4/5 × 5 5 × 5. That is equal to 3 × 4 12. 12/25 മീറ്റർ. അപ്പൊ 12/25 മീറ്റർ ആണ് ആ 3/5 ഓഫ് ഒരു പീസിന്റെ 3/5 ലെങ്ത് എന്ന് പറയുന്നത് 12/25 മീറ്റർ ആണ്. ഇനി സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 12/25 സെന്റിമീറ്ററിലാക്കാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ 100നെയും 25നെയും ഒരുമിച്ച് എഴുതാം. അപ്പൊ 12 അതേപോലെ തന്നെ എഴുതാം. 12 × 100/25നെ 100ന്റെ താഴെ എഴുതിയാലും മാറ്റൊന്നും വരൂല. ഇവന് 25ല് 100 എത്ര ഉണ്ട്? 100ല് 25 എത്ര ഉണ്ട്? 25ല് 25 ഒരു ടൈം, 100ല് 25 4 പ്രാവശ്യം. സോ 12 × 4 ദാറ്റ് ഈസ് 2 × 4 8, 1 × 4 4. അപ്പൊ 48 സെന്റിമീറ്റർ ആണ്.
സോ ഒരു പീസിന്റെ 3/5 എത്രയാണ്? 48 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 12/25 മീറ്റർ ആണ്. ഇങ്ങനെയാണ് ഇങ്ങനെ തരുന്ന ക്വസ്റ്റിന് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ സർക്കിൾ വിത്ത് 5 സെന്റിമീറ്റർ റേഡിയസ്. മക്കളെ, എന്താണ് റേഡിയസ് അറിയോ? ഒരു സർക്കിൾ വരക്കുമ്പോൾ നിങ്ങൾക്ക് കോമ്പസ് കുത്തുന്ന ഒരു പോയിന്റ് സെന്ററിൽ കിട്ടൂലേ? ഇതിനെയാണ് സെന്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. സെന്റർ ഓഫ് ദി സർക്കിൾ. ഇത് കണ്ടുപിടിക്കാൻ കോമ്പസ് അല്ലാതെ നമുക്കൊരു സർക്കിൾ തരുമ്പോൾ സർക്കിളിന്റെ സെന്റർ ഓഫ് ദി സർക്കിൾ കണ്ടുപിടിക്കാനൊക്കെ വേറെ മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ മക്കൾ ഇങ്ങനെ മനസ്സിലാക്കി, ഈ സെന്ററിൽ കിട്ടുന്ന ഈ പോയിന്റ് ആണ് സെന്റർ ഓഫ് ദി സർക്കിൾ. ഈ സെന്റർ ഓഫ് ദി സർക്കിളിൽ നിന്ന് ഒരു സർക്കിൾ വരച്ച് അതിന്റെ സെന്റർ ഓഫ് ദി സർക്കിളിൽ നിന്ന് സർക്കിളിലേക്ക് നമ്മൾ എങ്ങനെ വേണമെങ്കിലും, ഇപ്പോൾ സെന്റർ ഓഫ് ദി സർക്കിൾ ഇതാണല്ലോ, ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ഒരു വര വരച്ചിട്ടുണ്ടല്ലോ ഉള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഈ സെന്റർ ഓഫ് ദി സർക്കിളിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്, വേറെ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്, വേറെ ഇങ്ങോട്ട് ഈ സെന്റർ ഓഫ് ദി സർക്കിളിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ എല്ലാ ലൈനിന്റെയും ലെങ്ത് സെയിം ആയിരിക്കും. ഈ ലെങ്ത്തിനെ പറയുന്ന പേരാണ് റേഡിയസ്. എന്താണ്? റേഡിയസ്. അപ്പോൾ റേഡിയസ് എന്താണെന്ന് മനസ്സിലായില്ലേ? സെന്റർ ഓഫ് ദി സർക്കിളിൽ നിന്ന് സർക്കിളിലേക്കുള്ള ലെങ്ത് ആണ് റേഡിയസ്. അപ്പോൾ എത്ര റേഡിയസ് വേണമെങ്കിലും നമുക്കൊരു സർക്കിളിൽ വരക്കാൻ പറ്റും. ഇതിന്റെ എല്ലാം ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ഒരു സർക്കിളിൽ സെന്റർ ഓഫ് ദി സർക്കിളിനോട് കൂടി നമ്മൾ ജോയിൻ ചെയ്ത് സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ ലൈന് സെന്റർ ഓഫ് ദി സർക്കിളിലൂടെ കടന്നു പോവാൻ വേണം. ഇതിനെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ. ഓക്കെ. മലയാളത്തിൽ വ്യാസം എന്ന് പറയും, ഡയമീറ്റർ എന്ന് പറയും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് മക്കൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സർക്കിൾ വരക്കാനാണ് പറഞ്ഞത്. റേഡിയസ് 3 സെന്റിമീറ്റർ ഉള്ള റേഡിയസ് 5 സെന്റിമീറ്റർ വരുന്ന ഒരു സർക്കിൾ വരക്കാനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം മക്കൾ എന്ത് ചെയ്യുക? ആദ്യം മക്കൾ ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് കോമ്പസിൽ 5 സെന്റിമീറ്റർ എന്ത് ചെയ്യുക? അളക്കുക. കോമ്പസിൽ 5 സെന്റിമീറ്റർ ആവും. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചാണ് കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുക്കേണ്ടത്. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക. എന്താണ്? ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ. കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്ത് എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ. ഇപ്പൊ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ ഇതാണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ സെന്റർ ഓഫ് ദി സർക്കിൾ കിട്ടി. ഇനി പറഞ്ഞിട്ടുള്ള എന്താണ്? റേഡിയസ് 5 സെന്റിമീറ്റർ റേഡിയസ്. അപ്പൊ അതായത് ഈ സെന്റർ ഓഫ് ദി സർക്കിളിൽ നിന്ന് ഈ സർക്കിളിലേക്കുള്ള ഈ ലെങ്ത് എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. അത് അവിടെ പോലെ അതേപോലെ എഴുതി വെക്കും. എന്നിട്ട് എഴുതി വെക്കണം നിർബന്ധമില്ല, കാരണം നമുക്ക് പിക്ചർ വരയ്ക്കാനാണ്. കംപ്ലീറ്റ് ചെയ്യുക. ദ പാറ്റേൺ ആസ് ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്നത് പോലെ ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. ഷെയ്ഡ് ഇറ്റ്. അതിനെ ഷെയ്ഡ് ചെയ്യുക. അതിന് മേക്ക് പ്രെറ്റ്. നല്ല അടിപൊളിയായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിച്ചത്. അത് അതേപോലെ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്ത് വരയ്ക്കുക. വരയ്ക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക എന്താണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക. ഈ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇതൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ ഈ ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. എത്രയാ മക്കളെ? 60 ഡിഗ്രി. ഓക്കെ. 60 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ആംഗിൾ, കംപ്ലീറ്റ് ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. 360 ഡിഗ്രിനെ 3 ഡിഗ്രി കിട്ടുന്നത്, അതായത് 3 ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ 120 കിട്ടും. അപ്പോൾ ഒരു 120 ഡിഗ്രി 120 ഡിഗ്രി വേറെ എടുക്കും. അപ്പോൾ കറക്റ്റ് ഈ സർക്കിള് 3 ഡിവൈഡ് ചെയ്യും. ഈ 3 പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ലൈൻസ് വരും. അപ്പോൾ നമുക്ക് ആരെ കിട്ടും? ഈ പറഞ്ഞ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ മിസ് വരച്ചേക്കുന്നത് മോശമാണ്. സോ മക്കൾ വരക്കുമ്പോൾ കറക്റ്റ് ഇക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടും. അപ്പൊ ഈ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞ് ഈ സർക്കിളും വരച്ചു. ഇനി എന്ത് ചെയ്യേണ്ടി? ഈ ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ കറക്റ്റ് സെന്റർ എടുക്കുക. ഓരോ സൈഡിന്റെ കറക്റ്റ് സെന്റർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കോമ്പസ് കൊടുത്തിട്ട് ഈ സെന്റർ ഓഫ് ദി സർക്കിളിൽ കുത്തിയിട്ട് ഇങ്ങോട്ടുള്ള ലെങ്ത് കോമ്പസിൽ അളന്നിട്ട് ഇത് വെച്ച് എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരക്കുക. അപ്പൊ കറക്റ്റ് ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടും. ഇത് വെച്ച് വീണ്ടും എന്ത് ചെയ്യുക? ഈ 2 പോയിന്റും കൂടി ജോയിൻ ചെയ്ത് വേറെ ട്രയാങ്കിൾ ആക്കി മാറ്റും.
നല്ല എളുപ്പമാണ്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് മെത്തേഡും സെയിം മെത്തേഡ് തന്നെ, സെയിം സാധനം ചെയ്യുക. അപ്പൊ നമുക്ക് ആരെ കിട്ടും? സെയിം പിക്ചർ കിട്ടും. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാണ്. ആദ്യം മക്കൾ എന്ത് ചെയ്യുക? കോമ്പസ് എടുത്ത് കോമ്പസിൽ 5 സെന്റിമീറ്റർ റേഡിയസ് എടുത്ത് 5 സെന്റിമീറ്റർ റേഡിയസ് എടുത്ത് മക്കൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിലെ പറയപ്പെട്ട ഈ പിക്ചർ വരച്ചാൽ മതി. അപ്പം ഈ പിക്ചറിൽ നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ട്രയാങ്കിള് ഒന്ന് അളന്നു നോക്കുക. കാണുമ്പോൾ മനസ്സിലാവണില്ലെങ്കിൽ ഒന്ന് സ്കെയിൽ എടുത്ത് അളന്നു നോക്കുക. അപ്പം കിട്ടും ഇതിന്റെ 3 സൈഡ് എന്താണ്? ഈക്വൽ ആണെന്ന് കിട്ടും. ഈക്വൽ ആണെങ്കിൽ 3 ആംഗിൾസും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. 3 ആംഗിൾസും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, സെന്റർ ഓഫ് ദി സർക്കിൾ എന്തായാലും കിട്ടുമല്ലോ കോമ്പസ് വെച്ച് സർക്കിൾ വരക്കുമ്പോൾ. ഈ സെന്റർ ഓഫ് ദി സർക്കിളിൽ നിന്ന് മക്കൾ എന്ത് ചെയ്യുക? ടോട്ടൽ സർക്കിളിന്റെ ആംഗിൾ എത്രയാ? ടോട്ടൽ ആംഗിൾ, കംപ്ലീറ്റ് ആംഗിൾ 360 ഡിഗ്രിയാണ് കംപ്ലീറ്റ് ആംഗിൾ. അതിന് നമ്മൾ എത്ര ആക്കണം? ഇവിടെ എത്ര പോയിന്റ് കിട്ടാണ്ട്? 1, 2, 3. ഇവിടെ 3 പോയിന്റ് ആണ് കിട്ടാനുള്ളത്. അപ്പൊ 3 ഡിവൈഡ് ചെയ്യുക. 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 120 ഡിഗ്രി. അപ്പോൾ സെന്റർ ഓഫ് ദി സർക്കിളിൽ നിന്ന് ഒരു ലൈന് വരച്ച് 120 ഡിഗ്രി വരയ്ക്കുക. 120 ഡിഗ്രി പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് വരയ്ക്കുക. വീണ്ടും 120 ഡിഗ്രി ഇവിടെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ 120 ഡിഗ്രി കിട്ടും. പിന്നെ ഇവിടെ അളക്കേണ്ട ആവശ്യമില്ല. ഇനി കിട്ടിയ ഈ 3 പോയിന്റ്സിനെ മക്കൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് ലൈന് വരയ്ക്കുക. ഓക്കെ, കറക്റ്റ് ആയിരിക്കും കേട്ടോ. മിസ് വരച്ചത് കൈ മാറി പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ കിട്ടിയത് ഈ ട്രയാങ്കിൾ ആണ് വിചാരിക്കും. സോ സർക്കിളും വരച്ചു കഴിഞ്ഞ് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി കിട്ടിയ ഈ ട്രയാങ്കിളിന്റെ സൈഡിന്റെ കറക്റ്റ് സെന്റർ അടയാളപ്പെടുത്തും. സൈഡിന്റെ കറക്റ്റ് സെന്റർ അടയാളപ്പെടുത്തും. എന്നിട്ട് കോമ്പസ് ഈ സെന്റർ ഓഫ് ദി സർക്കിളിൽ കുത്തിയിട്ട് ഈ പോയിന്റിലേക്ക് അളവെടുക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട് ഒരു സർക്കിൾ വരക്കുമ്പോൾ ഈ സർക്കിൾ ഈ 3 പോയിന്റിലൂടെ കടന്നു പോകും. എന്നിട്ട് ഈ 2 പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് അടുത്ത ട്രയാങ്കിൾ വരക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത് വരച്ച് ഇതും വരച്ച്. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഈ വരച്ച ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ദി സൈഡിന്റെ സെന്റർ എടുക്കുക. അത് വെച്ച് ഈ റെക്റ്റാങ്കിൾ സർക്കിളിന്റെ സെന്ററിൽ കോമ്പസ് കുത്തിയിട്ട് ഈ ഈ ഇപ്പൊ രണ്ടാമത് വരച്ച ഈ റെക്റ്റാങ്കിളിന്റെ ട്രയാങ്കിളിന്റെ സൈഡിന്റെ സെന്ററിലേക്ക് കോമ്പസ് കുത്തി അടയാളം എടുക്കുക, ലെങ്ത് എടുക്കുക. അത് വെച്ച് എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരക്കുമ്പോൾ ഈ 3 പോയിന്റിലൂടെ സർക്കിൾ കടന്നു പോകും. വീണ്ടും എന്ത് ചെയ്യുക? ആ 3 പോയിന്റ് വെച്ചിട്ട് ട്രയാങ്കിൾ വരക്കുക. അപ്പൊ ദിവസം കഴിഞ്ഞ് വീണ്ടും അതിന്റെ സെന്ററിൽ അടുത്തൊരു സർക്കിൾ അതേപോലെ വരക്കുക. ആ ലാസ്റ്റ് വരച്ച ട്രയാങ്കിളിന്റെ സൈഡിന്റെ സെന്റർ എടുത്ത് സെന്റർ ഓഫ് ദി സർക്കിളിന് കോമ്പസിലേക്ക് അളവെടുത്ത് സർക്കിൾ വരക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് 5ലെ ബി ക്വസ്റ്റ്യൻ ആണ്. മെഷേഴ്സ് ഓഫ് സൈഡ്സ് ഓഫ് സം ട്രയാങ്കിൾ. ചില ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ മെഷേഴ്സ്, അളവുകള് ആർ ഗിവൺ ബിലോ, താഴെയുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ്, അതിൽ തന്നിരിക്കുന്നതിൽ ഏതാകുന്നു, ഏതാകുന്നു, വിച്ച് ഓഫ് ദി ഫോളോയിങ് തന്നിരിക്കുന്നതിൽ ഏതാകുന്നു, ഈസ് ആകുന്നു, ഇസ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ഏതാകുന്നു, വിത്ത് 2 ഈക്വൽ ആംഗിൾസ്, 2 ആംഗിൾസ് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ഏതൊക്കെയാണ് എന്നാണ്, ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ, ഓക്കെ, ഒരു ട്രയാങ്കിൾ, ഇവിടെ വേറെ ട്രയാങ്കിൾ, ഇവിടെ വേറെ ട്രയാങ്കിൾ, ഓക്കെ. ഈ ട്രയാങ്കിൾസിൽ മക്കൾ നോക്കുക, ഇതിലിപ്പോ 3 സൈഡും വ്യത്യാസമാണ്. ഇത് 2 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ നോർമൽ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇത് 6 സെന്റിമീറ്റർ ആണ്. അതായത് ഈ സൈഡ് 6 സെന്റിമീറ്റർ ആണ്, ഈ സൈഡ് 6 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ. ഈ ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഓക്കെ, ഐസോസിലസ് ട്രയാങ്കിൾ. ഓക്കെ, ഈ ട്രയാങ്കിൾ അതായത് 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള
ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ ഈ ഈക്വലായ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 50 ആണെങ്കിൽ ഇതും 50 ആയിരിക്കും. മനസ്സിലായോ? അതായത് ഈക്വലായ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വലായ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഇനി ഇവിടെ നോക്കാം, ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ. അതായത് ഈ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ 3 സൈഡ്സും ഈക്വൽ, അതായത് ഒരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. 3 സൈഡ്സും ഈക്വൽ ആയ ട്രയാങ്കിൾ ആണ് ഇക്വിലേറ്റർ ട്രയാങ്കിൾ. 2 സൈഡ്സ് ഈക്വൽ ആയ ട്രയാങ്കിൾ ആണ് ഐസോസെലസ് ട്രയാങ്കിൾ. 3 സൈഡ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ. ഇത്രയും മനസ്സിലായോ? ഇത് വെച്ചാണ് ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2 ആംഗിൾസ് ആർ ഈക്വൽ, 2 ഈക്വൽ ആംഗിൾസ്. അപ്പൊ ഈ 2 ആംഗിൾസും ഒരു ട്രയാങ്കിളിൽ ഈക്വൽ ആന്ന് പറഞ്ഞാൽ ഈ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും എന്തായിരിക്കും? അപ്പോ ഈ 2 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡും ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോ ഈ തന്നിരിക്കുന്നതിൽ 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ 534 ആണ്, അല്ല. ഇവിടെ 767, 2 സൈഡ് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇതാണ് ആ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ്. കാരണം ബാക്കിയൊന്നും സെയിം 2 സൈഡ്സ് സെയിം ആയിട്ട് വരുന്നില്ല. ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്? അപ്പൊ ബി, ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ എന്ന് പറയാൻ പറ്റും. ആറാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എ എന്ന കോളത്തിൽ ഡിവിഷന് ഈക്വൽ ആയിട്ടുള്ളതാണ് ബിയിൽ തന്നേക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതില് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ, തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഏതാ ശരി എന്ന് നോക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ടേബിളിൽ ഏതൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ളത്, അതായത് ശരിയായിട്ടുള്ളത് ഏതാണെന്ന് കണക്ട് ചെയ്യണം. അപ്പൊ ആദ്യത്തെ ഒന്ന് നോക്കാം. ആദ്യത്തെ ഇതാണ് 1/2 1/2 ഡിവൈഡഡ് ബൈ 3/4. ഇതിനൊന്ന് ആദ്യം മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അതിനെ ഇംപ്രോപ്പർ ആക്കാം. അപ്പോൾ 1/2നെ ഇംപ്രോപ്പർ ആക്കാൻ 1 × 2 + 1, ദാറ്റ് ഈസ് 3/2. ഓക്കെ, 3/2 ബൈ 3/4. രണ്ട് ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യാൻ ഒന്നാമത്തെ ഫ്രാക്ഷൻ അതേപോലെ എഴുതാം. അതായത് 3/2നെ 3/2 എഴുതാം, ഡിവിഷനെ ഇൻറ്റു ആക്കി എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ഡിവിഷനെ ഇൻറ്റു ആക്കി എഴുതാം. രണ്ട് ഫ്രാക്ഷന്റെ ഡിവിഷനാണ് പറയുന്നത്. അതിന് ഒന്നാമത്തെ ഫ്രാക്ഷൻ അതേപോലെ തന്നെ എഴുതാം, രണ്ടാമത്തേൽ എഴുതുമ്പോൾ ഡിവിഷനെ ഇൻറ്റു ആക്കി എഴുതാം. രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ 4/3. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കിയിട്ടും ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കി എഴുതും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി രണ്ട് ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം, ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ദാറ്റ് ഈസ് 3 × 4/2 × 3, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 12/6 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ 3യെയും ഈ 3യെയും ക്യാൻസൽ ചെയ്ത് 4/2 എന്ന് എഴുതി വീണ്ടും 2 വെച്ച് ക്യാൻസൽ ചെയ്ത് ആൻസർ 2 എന്ന് എഴുതാം. സോ ഇവിടെ ആൻസർ 2 ഉണ്ട്. അപ്പോൾ ഒന്നാമത്തേന്റെ ആൻസർ ആണ് ഇത്. അപ്പോൾ ഒന്നാമത്തേന്റെ ആണ് ഇത്. ഇനി നെക്സ്റ്റ് രണ്ടാമത് 2/3 ഡിവൈഡഡ് ബൈ 1/2. രണ്ടാമത്തത് 2/3 ഡിവൈഡഡ് ബൈ 1/2. ക്വസ്റ്റ്യൻ ആണ് 2/3 ഡിവൈഡഡ് ബൈ 1/2. 2/3 രണ്ടാമത്തത് കേട്ടാ, 2/3 ഡിവൈഡഡ് ബൈ 1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു, രണ്ട് ഫ്രാക്ഷന്റെ ഡിവിഷൻ ആണ്. ഒന്നാമത്തെ ഫ്രാക്ഷൻ അതേപോലെ തന്നെ എഴുതാം, ഡിവിഷനെ ഇൻറ്റു ആക്കി എഴുതാം, രണ്ടാമത്തെ ഫ്രാക്ഷൻ റെസിപ്രോക്കൽ എഴുതാം. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് രണ്ട് ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ദാറ്റ് ഈസ് 2 × 2 ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ 3 × 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 4, 3 × 1 3. ഓക്കെ, അപ്പോൾ 4/3. 4/3 ഉണ്ടോ നോക്ക്, 4/3. അപ്പോൾ ഇതേതാണ്?
ഇത് രണ്ടാമത്തേൻ്റെ ആൻസറാണ്. ഇനി നെക്സ്റ്റ് 1/4 ഡിവൈഡഡ് ബൈ 2. നെക്സ്റ്റ് മൂന്നാമത്തത് 1/4 ഡിവൈഡഡ് ബൈ 2. ഇതിൽ നോക്കാം, ആദ്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, രണ്ട് ഫ്രാക്ഷനാക്കി മാറ്റുക. അല്ലെങ്കിൽ ഇങ്ങനെ അറിയെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ഫ്രാക്ഷനാക്കി മാറ്റുക. 1/4നെ 1/4 തന്നെ എഴുതാം, ഡിവിഷൻ തന്നെ എഴുതാം. 2 എന്ന നമ്പറിനെ നമുക്ക് ഏതൊരു നമ്പറിനെയും ഡിവൈഡഡ് ബൈ 1 എഴുതിയാൽ അതന്നെ കിട്ടും. 2/1 2 ആണ്, 3/1 3 ആണ്, 1,00,000/1 എന്താ 1,00,000 ആണ്. സോ ഏതൊരു നമ്പറിനെയും ബൈ 1 ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയാണ് കിട്ടുക എന്നുള്ളത് മനസ്സിലായി. സോ അത് വെച്ച് നമ്മൾ എഴുതാൻ പോവാണ്. അപ്പോൾ 1/4നെ 1/4 തന്നെ എഴുതി, ഡിവിഷൻ എഴുതി, 2നെ 2/1 എന്ന് എഴുതി, കാരണം 2/1 തന്നെയാണ് 2. രണ്ട് ഫ്രാക്ഷൻ്റെ ഡിവിഷൻ. ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ എഴുതി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഡിവിഷനെ ഇൻറ്റു ആക്കി എഴുതുക, സെക്കൻഡ് ഫ്രാക്ഷന് റെസിപ്രോക്കൽ എഴുതുക, അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കിയിട്ടും ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കിയിട്ടും എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ 1 × 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ 4 × 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8. 1/8 ഉണ്ടോ നോക്ക്, 1/8 ഉണ്ട്. അപ്പോൾ ഇത് മൂന്നാമത്തേൻ്റെ ആൻസർ. അപ്പോൾ ഇത് ഒന്നിൻ്റെയും ആൻസർ അല്ല, ഇവിടെ ബ്ലാങ്ക് ആണ്. അപ്പോൾ ഇത് ഒന്നിൻ്റെയും ആൻസർ അല്ല. ഇനി ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തതിൻ്റെത് സി ആണ്, രണ്ടാമത്തതിൻ്റെത് എ ആണ്, മൂന്നാമത്തതിൻ്റെത് ബി ആണ്. ഇത് വെച്ചാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ഇതിൽ ഓപ്ഷൻ നോക്കാം. എ ഓപ്ഷൻ എന്താണ്? 1A എന്നാണ്. 1C ആണ് ആൻസർ. സോ 1C ഉള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ BCD മാത്രം നോക്കിയാൽ മതി. ഇനി 1C ആണ് ബിയും സിയും ഡിയും. ഇനി നെക്സ്റ്റ് നോക്കാം 2A. 2A വരുന്നത് രണ്ടെണ്ണം ഉണ്ട്, ബിയും ഉണ്ട്, 2A വരുന്നത് ബിയും ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പോൾ ഇനി ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതി. ഇപ്പം ഇനി ബിയും ഡിയും മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ബിയും ഡിയും മാത്രം ചെക്ക് ചെയ്താൽ മതി. കാരണം 1 എല്ലാവർക്കും ബി, ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും 1 സി ആണ്. അപ്പോൾ അത് മൂന്നും സെയിം ആണ്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2A ആയിട്ടുള്ളത് നോക്കാം. 2A വരുന്നത് ബി എന്ന ഓപ്ഷനും ഡി എന്ന ഓപ്ഷനുമാണ്. അപ്പോൾ അതും ഇനി അത് രണ്ടും മാത്രം നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് 3B വരുന്നത്, ഇവിടെ 3D ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ 3B ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തേണ്ടത്. ഇനി 6 എ ക്വസ്റ്റ്യനിലെ, അതായത് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എയും ബിയും. എയിലെ ബി ക്വസ്റ്റ്യൻ ആണ്. വി വാണ്ട് ടു ഫിൽ 4 1/4 ലിറ്റർ മിൽക്ക്. നമുക്ക് എന്ത് ചെയ്യണം? 4.25 ലിറ്റർ മിൽക്ക് ഫില്ല് ചെയ്യണം, നിറക്കണം. ഇൻ ഐഡന്റിക്കൽ ബോട്ടിൽസ്, ഒരേപോലുള്ള ബോട്ടിൽസിലേക്ക് 4.25 ലിറ്റർ മിൽക്ക് നിറക്കണം. അപ്പോൾ ഈ ബോട്ടിൽ ക്യാൻ കണ്ടെയ്ൻ, ഒരു ബോട്ടിലിൽ 3/4 ലിറ്റർ മിൽക്കാണ് കൊള്ളുന്നത്, അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നത്. അതായത് ഒരേപോലുള്ള വി വാണ്ട് ടു ഫിൽ, നമുക്ക് എന്ത് ചെയ്യണം? നിറക്കണം. 4 1/4 ലിറ്റേഴ്സ് മിൽക്ക്, 4.25 ലിറ്റർ മിൽക്ക് ഇൻ ഐഡന്റിക്കൽ ബോട്ടിൽസ്, ഒരേപോലുള്ള ബോട്ടിൽസിൽ നമുക്ക് 4.25 ലിറ്റർ മിൽക്ക് നിറക്കണം. എ ബോട്ടിൽ ക്യാൻ കണ്ടെയ്ൻ 3/4 ലിറ്റർ മിൽക്ക്, ഒരു ബോട്ടിലിൽ എത്ര ലിറ്റർ മിൽക്കാണ് കിട്ടുന്നത്, എടുക്കാൻ പറ്റുന്നത്? 3/4 ലിറ്റർ മിൽക്കാണ് ഒരു ബോട്ടിൽ. ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ബോട്ടിൽസ് വിൽ ബി ദർ വിത്ത് ഫുൾ ഓഫ് മിൽക്ക്, കംപ്ലീറ്റ് മിൽക്ക് ഉള്ള എത്ര ബോട്ടിൽസ് നമുക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഹൗ മെനി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം തന്നിരിക്കുന്നത് 4 1/4 ലിറ്റർ മിൽക്കിനെ നമ്മൾ ബോട്ടിൽസിലേക്ക് മാറ്റാൻ പോവാണ്, ഒഴിക്കാൻ പോവാണ്, അല്ലേ? കുറേ ബോട്ടിൽസിലേക്ക് ഒഴിക്കാൻ പോവാണ്. സോ ഒരു ബോട്ടിലിൽ 3/4 ആണ്, അടുത്ത ബോട്ടിലോ 3/4, അടുത്ത ബോട്ടിലോ 3/4. അങ്ങനെയുള്ള എത്ര ബോട്ടിൽസ് കിട്ടുന്നതാണ് ക്വസ്റ്റ്യൻ. ചെയ്യാൻ എത്ര നല്ല എളുപ്പമാണ്. 4 1/4 ആദ്യം മക്കൾ എന്ത് ചെയ്യുക? ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഡിവൈഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ
4 1/4 ഡിവൈഡഡ് ബൈ 3/4 ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 4 1/4 മിക്സഡ് ആയതുകൊണ്ട് ഇംപ്രോപ്പർ ആക്കുക. 4 × 4 16, 16 + 1 17, 17/4 ഡിവൈഡഡ് ബൈ 3/4. ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക, ഇനി രണ്ട് ഫ്രാക്ഷൻ്റെ ഡിവിഷനാണ്. സോ 17/4 17/4 തന്നെ എഴുതാം. പിന്നെ ഡിവിഷൻ ആയതുകൊണ്ട് ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ എഴുതിയിട്ട് രണ്ടാമത്തെ ഫ്രാക്ഷനെ റെസിപ്രോക്കൽ എഴുതും. അപ്പോൾ ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യും. പിന്നെ 17/3, ഈ 3/3 ആണ്. അപ്പോൾ 17/3 എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് വീണ്ടും മിക്സഡ് ആക്കാം. മിക്സഡ് ആക്കാൻ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മിക്സഡ് ആക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. മിക്സഡ് ആക്കാൻ ഈ കിട്ടിയത് 17/3 അല്ലേ, കറക്റ്റ് നോർമൽ ഡിവിഷൻ മെത്തേഡ് ചെയ്ത് നോക്കാം. 17ൽ എത്ര 3 ഉണ്ട്? 6 × 3 18 ആണ്. അപ്പോൾ 5 × 3 15 ഉണ്ട്. സോ 17ന് 15 മൈനസ് ചെയ്യാം, അപ്പോൾ 2. ഇത് വെച്ചാണ് ഇനി മിക്സഡ് ആക്കാൻ പോണത്. ഇവിടെ കിട്ടിയ ഈ കോഷ്യന്റ്, ഈ ഉത്തരത്തിനെയാണ്, അതായത് ഒരു നമ്പറിനെ വേറൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ കോഷ്യന്റ് എന്ന് പറയുന്നത്. ഈ കോഷ്യന്റ് ആണ് നിങ്ങൾ മിക്സഡ് ഫ്രാക്ഷനിലെ നമ്പറായിട്ട് എഴുതേണ്ടത്, ഹോൾ നമ്പറായിട്ട്. നെക്സ്റ്റ് ഇവിടെ എന്താണോ ബൈ ത്രീ അല്ല ഇവിടെ, അത് അതേപോലെ തന്നെ ഇവിടെയും ബൈ 3 എഴുതണം. ഇനി ഇവിടെ എന്താണോ റിമൈൻഡർ കിട്ടിയത് അത് ന്യൂമറേറ്റർ ആക്കി എഴുതാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 2/3 ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഹോൾ നമ്പറായിട്ട് കിട്ടുന്നത് 5 ആയതുകൊണ്ട് 5 ബോട്ടിൽസ് കിട്ടുമെന്ന് പറയാൻ പറ്റും. 5 ബോട്ടിൽസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 5 ബോട്ടിൽസ് ആണ് ഫുള്ളായിട്ട്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഹൗ മെനി ബോട്ടിൽസ് വിൽ ബി ദെയർ വിത്ത് ഫുൾ ഓഫ് മിൽക്ക്. ഫുൾ ഓഫ് മിൽക്കാണ്, കംപ്ലീറ്റ് മിൽക്ക്, ഫുള്ളായിട്ട് മിൽക്ക് ഉള്ളത് എത്ര ബോട്ടിൽസാണ്? 5 എണ്ണമാണ്. അല്ലാതെ 2/3 ബാക്കിയുണ്ട്. ആ 2/3 ബോട്ടിലിൽ ഒരു ബോട്ടിലിൽ എത്രയാണ് അപ്പോൾ ബാക്കിയുള്ളത്? 2/3 ആണുള്ളത്. 2/3. ഓക്കെ, അപ്പോൾ ഇനി ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ, നെക്സ്റ്റ് അടുത്ത ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, ഹൗ മെനി മോർ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് നീഡഡ്? ഹൗ മെനി മോർ, എത്ര കൂടുതൽ വേണം? ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്, മിൽക്ക് എത്ര ലിറ്റർ കൂടുതൽ വേണം? ഈസ് നീഡഡ് ടു ഫിൽ, അത് നിറയ്ക്കാൻ എത്ര ലിറ്റർ കൂടുതൽ വേണം? ദ ബോട്ടിൽ വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ്. വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് വെച്ചാൽ 2/3 ലിറ്റർ ഉള്ള ഈ ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഇനി എത്ര ലിറ്റർ മിൽക്കും കൂടി ആവശ്യമുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ചെയ്യാൻ വേറെ ഒന്നുമില്ല, 2/3 ലിറ്റർ ആണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ആ 2/3 1 ആവണമെങ്കിൽ എത്ര വേണം? ഒരു 1/3 കൂടി വേണം. സോ 1/3 ഇൻറ്റു ഒരു ബോട്ടിലിന്റെ ഇത് എത്രയാണ് കപ്പാസിറ്റി? ബോട്ടിലിന്റെ കപ്പാസിറ്റി 3/4 ആണ്. 3/4 ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് കാണാൻ 1/3, അതായത് ഈ 2/3 1 ആവണമെങ്കിൽ, അതായത് 2/3 കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞാൽ 1 ആവണം. 1 ആവണമെങ്കിൽ 1 - 2/3 ചെയ്യുമ്പോൾ നമുക്ക് 1/3 കിട്ടും. ഈ 1/3 എന്ന് പറയുന്നതാണ് ഇനി വേണ്ടത്, ആവശ്യമുള്ളത്. അപ്പോൾ 1/3 ലിറ്റർ ഓഫ് ഒരു കുപ്പിയുടെ കപ്പാസിറ്റി എത്രയാണ്? 3/4 ആണ്. 3/4 ലിറ്റർ ആണ് ഒരു കുപ്പിയുടെ കപ്പാസിറ്റി. അപ്പോൾ 1/3 ലിറ്റർ വേണം, ഇനിയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4ന്റെ 1/3 ആണ് ഇനി വേണ്ടത്. കാരണം 3/4ന്റെ 2/3 ആണ് ഇപ്പോൾ ഓൾറെഡി കുപ്പിയിലുള്ളത്. അപ്പൊ ഇനി അതിന് ബാക്കി എത്ര ഫില്ലാവണമെങ്കിൽ എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3/4ന്റെ 1/3 ആണ് ഇനി വേണ്ടത്. അപ്പോൾ 1/3 × 3/4 ചെയ്യുമ്പോൾ 3യും 3യും ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ 1 × 3 3, 3/12 ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്താണ്? 3 രണ്ടിലും കോമൺ ആണ്. അപ്പോൾ 3ൽ 3 1 ടൈം, 12ൽ 3 4 ടൈംസ്. 1/4 ലിറ്റർ ആണ് കൂടുതലായിട്ട് വേണ്ടത്. മോർ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഇസ് നീഡഡ് ടു ഫിൽ ദ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ലിറ്റർ. ഇവിടെ എത്രയാണ്? ഫുൾ ഓഫ് മിൽക്ക് 5. ഇനി ഹൗ മെനി ടൈംസ് 1 1/2 ഈസ് 5? 1 1/2 എന്ന് പറയുന്നത് 5ന്റെ 1 1/2ന്റെ എത്ര ടൈംസ് ആണ് 5 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1 1/2നെ
1/2നെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മക്കൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആ തന്ന നമ്പറിനെ, വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആദ്യം 1/2നെ ഇംപ്രോപ്പർ ആക്കുക. 1/2 എന്താണ്? 3/2 ആണ്. ദാറ്റ് ഈസ് 1 × 2 + 1 3/2/2. അതായത് 5/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 2/2 is equal to 10/3. 10/3 ആണ്. 10/3 ടൈംസ് ആണ്. 10/3 ടൈംസ് 1/2 ആണ് 5 എന്ന് പറയുന്നത്. അതായത് 3/2നെ, അതായത് 1/2 ആണ് 3/2. 3/2നെ 10/3 ചെയ്യുമ്പോൾ, ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ശരിയല്ല? ഇങ്ങനെയാണ് ചെയ്യാം കേട്ടോ.